ഞാൻ പറഞ്ഞില്ല ചിരിക്കുന്നത്. ഓക്കെ, ബ്ലാ ബ്ലാ വീണയുടെ ഇപ്പം ബ്ലാ ബ്ലാ ബ്ലീ ബ്ലിയാ ജബ്രിഷ്. പിന്നെ കരച്ചല് പിഴിച്ചല് ബഹള. പിന്നെ ഞാൻ പടം ചെയ്യാൻ പോവാണ്. ഡയറക്ഷൻ വെള്ളിമൂങ്ങ മുതല്. അതെ, ആ സിനിമക്ക് മുമ്പ് എനിക്ക് കണ്ണെടുത്ത കണ്ടുകൂടായിരുന്നു. സുജേനെ എവിടുന്ന കിട്ടിയേ? അനൂപ് തന്നതാണ്. സുധീനയും ജിഷോനും രണ്ടുപേരും. നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊന്നും അങ്ങനെ ഒരു ചിന്തയില്ലായിരുന്നു. ഞാൻ ഇതുവരെ വിളിച്ചിട്ടില്ല. ഇതുവരെ. അത് അഹങ്കാരം കൊണ്ടല്ല, എൻ്റെ ഏറ്റവും വലിയ തോൽവിത്തരവ്. പിന്നെ അന്യൻ സിനിമ കണ്ടപ്പോഴത്തേക്ക് വിക്രം ചെയ്യുന്ന പോലെ എനിക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട്. എന്നെ ഏതെങ്കിലും പൈസ കൊണ്ട് ധൈര്യത്തോടെ കൊണ്ട് നിർത്തുള്ളൂ. ഞാനാ ദുശീലോ? ദുശീലം വേറൊന്നല്ല, ഡ്രിങ്കിങ് ഹാബിറ്റ്സ് കൊണ്ട്. ആണാ? അടിപൊളി. നമ്മളെപ്പോഴേ ഈ പ്രശ്നങ്ങൾ വരുമ്പോൾ മാത്രമേ ഭഗവാനെ വിളിക്കുള്ളൂ. അമ്പലത്തിൽ പോയിട്ട് എപ്പോഴെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ ഭഗവാന് സുഖമാണെന്ന് ചോദിച്ചു? ചേട്ടൻ സ്കൂളിൽ ഈ വർഷം ചെയ്യണത് അടുത്ത വർഷം ഞാൻ ചെയ്യണം. പറയാൻ ആഗ്രഹിക്കാത്ത കാര്യമാണ്. ഒരുപാട് ആൾക്കാർ പറ്റിച്ചിട്ടുണ്ട്. അറിഞ്ഞു കഴിഞ്ഞിട്ട് ഞാനത് ഈ 14 ദിവസത്തിന് വേണ്ടി വെയിറ്റ് ചെയ്ത് കിടക്കണം. എന്തുകൊണ്ട് കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് വേണ്ടിയിട്ട് കുഞ്ഞുങ്ങളുണ്ടാവാനുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ അതുപോലത്തെ ഒരു സ്ഥാപനം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവാത്തെന്താ? നാണിച്ച് ചമ്മിപ്പുഴുത്ത ഈ ആൾക്കാരുടെ ഇടയിൽ കൂടി പോകണത്. പക്ഷെ പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. തിരിച്ചു വരുമ്പോൾ അതിലും ചമ്മിപ്പുഴുത്താൻ പറ്റില്ല. എന്നെ വിഷമിപ്പിച്ച കാര്യം പറഞ്ഞില്ലേ, ആ വിഷമിപ്പിച്ച ആൾക്കാർ ഏത് ഏരിയയിൽ നിന്നാണ് എന്നെ വിഷമിപ്പിച്ചത് ആ ഏരിയയിൽ ഇല്ല. ഇപ്പോൾ അവിടെ നടന്ന അടി മുഴുവൻ എൻ്റെ ഭാഗത്തുനിന്ന് വന്നത് അറിയാം. ഇപ്പോഴെങ്കിലും മനസ്സിലാക്കൂ. എനിക്ക് ആശുപത്രി പോകണം എന്നൊക്കെ പറഞ്ഞ് പോയി തിരിച്ചു വന്ന് എൻ്റെ ഗോൾഡ് അവിടെ ഇരിക്കല്ലേ. അല്ല, നിങ്ങളിരുന്ന പോലെ ഞാൻ ഉറക്കം നിൽക്കണ്ടേ? അപ്പൊ ഞാൻ ഇടയ്ക്ക് കാണാറുണ്ട്. അനീഷ് നല്ല കൊണ്ടുപിടിച്ചിരിക്കുന്ന സമയത്താണ് എൻ്റെ ബർത്ത്ഡേ അന്ന് വീണ, ആര്യ, പ്രദീപ് എല്ലാവരും കൂടി സർപ്രൈസ് ആയിട്ട് രാത്രി കേക്ക് കൊണ്ടുവന്ന് എന്നെ ഹഗ് ചെയ്ത് കേക്ക് കട്ട് ചെയ്തിട്ട് പോയി. ഇത് ഞങ്ങളുടെ റാണീനെ പോലെ ഇരിക്കേണ്ടതെന്ന്. അപ്പൊ അവർ പറയും നിങ്ങളുടെ റാണിയാണെന്നത്. ഇവിടെയൊക്കെ കുഴിച്ചിട്ട് ഇങ്ങനെ രശ്മി കടപ്പുറത്ത് നിന്നൊരു കരച്ചിൽ തുടങ്ങി പറഞ്ഞു. ഞാൻ ഇനി ഒരു വീട് വെക്കുമ്പോഴത്തേക്ക് എൻ്റെ ഏറ്റവും വലിയ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇതാണ് ഏറ്റവും വലിയ ആഗ്രഹം. ഞാനൊക്കെ അച്ഛൻ്റെ ചെണ്ടായിരുന്നു. തല്ലി കേടിന്റെ ആളായിരുന്നു ഞാൻ. അതൊരു ഭ്രാന്താണ്. സിനിമയും കൂടെ കളഞ്ഞിട്ട് ഞാൻ പോയതാ. പണ്ട് മുതലേ ക്രിക്കറ്റിനോട് ഇത്രയും ഭ്രാന്ത് ഉണ്ടായിരുന്നു. ഇത്രയും വലിയ ഡയലോ. അപ്പൊ ഞാൻ പറഞ്ഞു മമ്മൂക്കാരുടെ അടുത്ത് ഇത് ഒക്കെ പറഞ്ഞു കഴിയുമ്പോൾ പ്രശാന്ത് ഷാജി ഇത് പറയുന്നത് പുള്ളി നോക്കിയിട്ട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞത് ഞാൻ ഡെറ്റോ. അപ്പോൾ പോയി കിളി 100 രൂപ പേയ്മെൻറ്റ്. എവിടെയാണ് കളിക്കണം? എവിടെയെന്ന് അറിയാമോ? കട്ടപ്പനയിൽ 100 രൂപയാണ് കിട്ടുന്നത്. എന്നിട്ട് അവിടെ നിന്ന് 75 രൂപക്ക് മുയലിനെ മേടിച്ചിട്ട് പോകുന്നു ഞാൻ. ബ്ലാ ബ്ലാ വീണയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് എന്തിനാ ഞാൻ ഇത്രയും ചിരിക്കുന്നത്, എന്നെ ഒരുപാട് ചിരിപ്പിക്കുകയും പ്രേക്ഷകരെയൊക്കെ ഒത്തിരി ചിരിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഒരു മലയാളത്തിൻ്റെ എന്നാ പറയുക, ഒരു സിനിമയുടെയും മിനി സ്ക്രീനിൻ്റെയൊക്കെ മാണിക്യക്കല്ല്, മറ്റാരുമല്ല എല്ലാവരുടെയും പ്രിയങ്കരനായ പാഷാണ ഷാജി. സാജു എന്നാ പറയുന്നത്. നമസ്കാരം. ബ്ലാ ബ്ലാ ഇപ്പം ബ്ലാ ബ്ലാ ബ്ലീ ബ്ലിയാ. കൊള്ളാം, നല്ല പേരാ. ഒരു പേരാ, നല്ല പേരാ. കാരണം ബ്ലാ 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 സംസാരിക്കില്ലേ, അതാ ഉദ്ദേശിച്ചത്. ഞങ്ങളിങ്ങനെ ഈ പേര് ജബ്രിഷാണോ? അതെനിക്കൊരു പുതിയ അറിവില്ലായിരുന്നു കേട്ടോ. കാരണം ഞങ്ങൾ ഈ അമേച്ചർ നാടകം കളിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ജബ്രിഷ ഉപയോഗിക്കുന്നത്. ആണല്ലേ? ബ്ലാ ബ്ലാ. അയ്യോ, ഞാൻ വിചാരിച്ചു ശരിക്കും നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ കളിയാക്കില്ലേ ബ്ലാ ബ്ലാ. നീ അവിടെ നിന്ന് വന്നിട്ട് ബ്ലാ 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 ബ്ലാ, നിങ്ങൾ രണ്ടുപേരും ബ്ലാ 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 ബ്ലാ, അതാണ് ഒരു തുടക്കം കൊടുക്കണത്. അപ്പൊ ഞാൻ സൂപ്പർ അല്ലേ? ജബ്രിഷ് പേരാണ് നമ്മുടെ ഷോയിൽ. എന്ത് പറഞ്ഞാലും വിശ്വസിച്ചു. പിന്നെ എനിക്ക് എന്ത് പറയാല. അല്ല, ഇത് തന്നെയാണ് ആ പാഷാണ ഷാജി എന്ന് പറഞ്ഞ ക്യാരക്ടറിന്റെ. സീരിയസ് ആയിട്ട് പറഞ്ഞത് അല്ലേ? സീരിയസ് ആയിട്ട്. അപ്പൊ എന്തായാലും ഇനി എനിക്ക് ഉടനെ ആരെങ്കിലും ചോദിച്ചാൽ പറയാലോ, ഞങ്ങൾ ജബ്രിഷാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതെ, ജബ്രിഷാണ്. അല്ല, ഇത് നമ്മള് എല്ലാവരോടും പെട്ടെന്ന് തീരുമാനിച്ച് അങ്ങനെ പെട്ടെന്ന് വന്നൊരു പേരാണ് ബ്ലാ ബ്ലാ. അല്ല, നമ്മളെ ഈ കുറെ ആലോചിച്ച് പിടിച്ചു വരുമ്പോഴത്തേക്ക് കിട്ടണമെന്നൊന്നും അത്ര വലിയ സുഖം ഉണ്ടാവില്ല. പെട്ടെന്ന് കിട്ടുമ്പോഴത്തേക്ക് നല്ലതായിരിക്കും അത്. ഇതിപ്പോ എന്തായാലും ആരോടൊന്നും ഈ നമ്മള് ഇതിലേക്ക് അല്ല, പെട്ടെന്ന് തലേ തേങ്ങ വേണം നല്ലതല്ലേ എന്ന് പറഞ്ഞ പോലെ പെട്ടെന്ന് കിട്ടുന്നത് പേര് അടിപൊളിയായിരിക്കും. ശരി, അപ്പൊ ഇനി നമുക്ക് ഇന്റർവ്യൂലേക്ക് കിടക്കാം. അങ്ങനെ പരിപാടി ഉണ്ടല്ലോ. ഓക്കെ, ചോദിക്കേ. ഒന്നാമത്തെ ചോദ്യം. ഞാനേ സാജുവേട്ടനാണല്ലോ വരുന്നത്. അപ്പൊ ഞാനിങ്ങനെ ഇന്ന് സാജുവേട്ടനോട് എന്താ ചോദിക്കുക. സാജുവേട്ടനെ പറ്റി ഓൾമോസ്റ്റ് നമുക്ക് കുറേ എനിക്കെല്ലാം അറിയാം. കാരണം 2014 വെള്ളിമൂങ്ങ മുതല്. അതെ, ആ സിനിമക്ക് മുമ്പ് എനിക്ക് കണ്ണെടുത്ത കണ്ടുകൂടായിരുന്നു. ഭയങ്കര ദേഷ്യമായിരുന്നു എനിക്ക്. അല്ലേ, ഞാൻ പറഞ്ഞിട്ടില്ലേ? ആ സിനിമയിലേക്ക് വിളിക്കുമ്പോഴൊക്കെ ആ ക്യാരക്ടർ ഇന്നാളാണ് ഞാൻ
ഇങ്ങനെ ഇരുന്ന ചാള. പക്ഷെ സിനിമ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നല്ല ഫ്രണ്ട്സായി, ഫാമിലി ഫ്രണ്ട്സ് ഒത്തിരി നമ്മള് പ്രോഗ്രാമുകൾ ചെയ്തു. അയ്യോ എന്തോരം പ്രോഗ്രാമുകൾ ചെയ്തല്ലേ ആ സമയത്തൊക്കെ എന്തുമാത്രം പ്രോഗ്രാം ഉണ്ടായിരുന്നു. പുറത്ത് തന്നെ എന്തോരം പ്രോഗ്രാം ചെയ്തു, എല്ലാം സക്സസ് ആയിട്ടുള്ള പരിപാടികൾ. 2014 മുതൽ 2016 അമ്പാടി 6 മാസം ക്യാരിങ് ആയ സമയം വരെ യു കെയിൽ പോയത്. അതുവരെ ഷോസ് നമ്മൾ ചെയ്തു. അതിനുശേഷം പിന്നെ ഇനി ഷോ ചെയ്യണം. മുംബൈയിൽ ഒരു ഷോ ചെയ്തു, നല്ല ഷോ ആയിരുന്നു. കൈരളിയുടെ മുംബൈയിൽ നിന്ന് ഷോ കഴിഞ്ഞിട്ട് നമ്മൾ കൂൾ വാട്ടർ മേടിച്ചില്ലേ, ഒരു സ്പ്രേ മേടിച്ചു കൂൾ വാട്ടർ എന്ന് പറഞ്ഞാൽ. അന്ന് 5000 രൂപ കൊടുത്തിട്ട് മേടിച്ചതാണ്. ഞാനത് നോക്കട്ടെ, 5000 രൂപ ഫുഡിൽ ഇങ്ങനെ പിടിച്ചു വെച്ചിട്ട് ഇരുന്ന് ഫ്ലൈറ്റിൽ കയറി, ഫ്ലൈറ്റ് ഇറങ്ങി കാറിൽ കയറിയപ്പോഴാണ് മറന്നുപോയി, സംഭവം എടുക്കാൻ മറന്നുപോയി. പിന്നെ കരച്ചൽ പിഴിച്ചൽ ബഹളം. പരിപാടിക്ക് സ്റ്റേജിൽ കയറിയപ്പോൾ വീണയുടെ എൻട്രി ചെയ്യപ്പോൾ രാജേഷിൻ്റെ ചോദിച്ചു ഇതാരാന്ന് മനസ്സിലായി. ഞാൻ പേരാ പറയേണ്ടത്. ഞാൻ ആരാന്ന് ചോദിച്ചപ്പോൾ പറയാം 5000 രൂപ സ്പ്രേകളാണ് കുട്ടിയാന്ന് പറഞ്ഞു. അപ്പോൾ സ്റ്റേജിൽ നിന്നും കരഞ്ഞു അല്ലേ? അല്ല അത് ശരിക്കും ഉണ്ടായതാ. ഇപ്പൊ സ്പ്രേ എടുത്ത് എനിക്ക് ആദ്യം തോന്നുള്ളൂ, ഏത് സ്പ്രേ എടുത്താലും സ്പ്രേ എടുക്കുമ്പോഴല്ലേ. അല്ല അത് നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച് വാങ്ങിക്കാൻ വേണ്ടിയിരുന്നതാണ്. നമ്മൾ മറ്റേ 500 രൂപ 550 രൂപ മാക്സിമം 1000 രൂപയുടെ സ്പ്രേ ഉപയോഗിക്കാൻ. അതിന് 2 ഡ്രോപ്പ് പോയെന്ന് പറഞ്ഞത് ഇത്ര കാശൊന്നും പോകില്ല. അല്ല നമ്മൾ ഇത്രയും വിലയുടെയൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇച്ചിരിയല്ലേ അടിക്കുള്ളൂ. ഇത് താനടിച്ചാലും മണക്കണ്ട ഞങ്ങളല്ലേ, അപ്പൊ ഞങ്ങൾക്കല്ലേ വരേണ്ടത്. പോയില്ലേ ഇനിയിപ്പോ അതിനുശേഷം ഞാൻ ചേട്ടൻ അത് വീട്ടിൽ കൊണ്ടുപോയെന്നൊക്കെ പറയുന്നത്. ഏത് ആ സ്പ്രേ അല്ലേ? അത് ഞാൻ എടുത്തിട്ടോ എന്നുള്ള കാര്യം അറിയില്ലല്ലോ. ഞാൻ അറിഞ്ഞായിരുന്നു. ഇല്ല അത് കിട്ടിയില്ലായിരുന്നു. ഞാൻ തമാശക്ക് പറഞ്ഞ ഞാൻ കൊണ്ടുപോയതാണ്. കുറെ നാളുകൾക്ക് ശേഷം തുറന്നു പറഞ്ഞാന്ന് പറഞ്ഞല്ലേ? വെറുതെ പറഞ്ഞത് ഇനിയിപ്പോ വെറുതെ അല്ലെങ്കിലും ഇത്രയും വർഷമായില്ലേ. അല്ല ഇനിയിപ്പോ 5000 ഇത്ര നാളത്തെ പലിശ കൂട്ടിക്കുന്നതിന് ഭയങ്കര എമൗണ്ട് ആവും ചുമ്മാ പറഞ്ഞ. ചേട്ടാ ഇനിയിപ്പോ പുതിയ പ്രോജക്റ്റുകൾ എന്തൊക്കെയാ? നമുക്ക് അങ്ങനെ തുടങ്ങാം. പുതിയ പ്രോജക്റ്റുകൾ ഇനി വരാൻ പോകുന്ന പുതിയത് ഇപ്പൊ ഇറങ്ങാൻ പോണത് വിഷ്ണു ഉണ്ണികൃഷ്ണൻ നായകനായിട്ടുള്ള പടം. അത് പിന്നെ റിവോൾവർ റിങ്കോ എന്ന് പറഞ്ഞ പടം. അത് കഴിഞ്ഞിട്ട് പിന്നെ ധ്യാൻ്റെ ഒരു പടം 11 എന്ന് പറഞ്ഞിട്ട് 11 പിന്നെ ഇപ്പൊ ഒരെണ്ണം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ട്രിവാൻഡ്രത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ പടം ചെയ്യാൻ പോവാണ്, ഡയറക്ഷൻ. ഒരു ആന്തോളജി മൂവി ചെയ്യുന്നുണ്ട്. 4 പടം ചെയ്യുന്നത്. 4 പടത്തിൽ ഒരു പടം ഞാൻ ഡയറക്റ്റ് ചെയ്യണം. നവംബറിൽ തുടങ്ങും. ഗംഗ യമുന സിന്ധു സരസ്വതി അങ്ങനെയാണോ സിനിമയുടെ ടൈറ്റിൽ? അതാ ഗംഗ യമുന സിന്ധു സരസ്വതി. 4 ലേഡി ഓറിയന്റഡ് ആയിട്ടുള്ള കഥകളാണ്. അപ്പൊ ഒന്ന് ഞാൻ ഉറപ്പിച്ചു. അത് തന്നെ സെക്കൻഡ് പാർട്ടിൽ എല്ലാം ഫിക്സ് ചെയ്ത്. അതല്ല അതിനകത്ത് നല്ല ആർട്ടിസ്റ്റുകൾ വേണം. അതാ അല്ല ഞാൻ ചെയ്യുന്ന പടത്തിൽ ലേഡി ഓറിയന്റഡ് ആണെങ്കിൽ അത് സീരിയസ് ആയിട്ട് വീണക്ക് തന്നെ തരും. പക്ഷെ ഇതൊരു 10-55 വയസ്സുള്ള ക്യാരക്ടറാണ്. അയ്യോ അപ്പൊ പിന്നെ ഞാൻ കറക്റ്റ് ആവില്ലേ? ഇനി അതുകൂടെ പറയണല്ലോ, അതുകൂടെ ഞാൻ കേൾക്കണല്ലോ. അല്ല 55 വയസ്സുള്ള ക്യാരക്ടറാണ്. അപ്പൊ ആ ഒരു രീതിയിലുള്ള ആൾക്കാരെ നോക്കിയിട്ടിരിക്കുന്നു. ഇത് പറഞ്ഞപ്പോഴും ഓർത്ത് മലയാള സിനിമയിൽ നമുക്ക് സിനിമയ്ക്ക് വേണ്ടി നമുക്കിപ്പോൾ അറിയാവുന്ന ഒരു ഡയറക്ടറെയോ ആരെങ്കിലും വിളിക്കുമ്പോൾ അവർ സ്ഥിരം പറയുന്നൊരു സംഭവമുണ്ട്. അയ്യോ നിനക്ക് പറ്റുന്ന ക്യാരക്ടറല്ല, നിങ്ങൾക്കൊക്കെ തരുമ്പം ഭയങ്കര നല്ല സംഭവം തരണ്ടേ എന്ന് ചോദിക്കാറുണ്ട്. അങ്ങനെ സാഹചര്യത്തിൽ എന്തെങ്കിലും അനുഭവം ഉണ്ടോ? ഞാൻ ഇതുവരെ വിളിച്ചിട്ടില്ല. ആരും വിളിച്ചിട്ടില്ല ഇതുവരെ. അത് അഹങ്കാരം കൊണ്ടല്ല, എൻ്റെ ഏറ്റവും വലിയ തോൽവിത്തരം അത്. എല്ലാവരും പടം തുടങ്ങാൻ പോകുന്നത് വിളിക്കുകയല്ല. ഞാൻ ഇതുവരെ ഞാൻ ചോദിച്ചത് സിദ്ദിഖ് സാറിൻ്റെ അടുത്ത് മാത്രമേ ഉള്ളൂ. ഒരാളുടെ അടുത്ത് ഞാൻ ചോദിച്ചില്ല. ഭാസ്കർ ദാസ്കൾ കഴിഞ്ഞിട്ട് ഫുക്രി ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് ഞാൻ ഇന്തോനേഷ്യ പോയപ്പോഴത്തേക്ക് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഞാൻ സാറിനെ വിളിച്ചോ, സാറേ അടുത്ത ടൈം എനിക്ക് പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അല്ലാതെ ഒരാളെ ഞാൻ വിളിച്ചിട്ടില്ല. അത് ഏറ്റവും വലിയ തോൽവിത്തരമെന്ന് എനിക്കറിയാം. പക്ഷെ എന്തോ ചെയ്യൂല, അത് ഭയങ്കര മണ്ടത്തരോ. അല്ല നോർമലി ഞാൻ കേൾക്കുന്നതാണ്. ഇപ്പോൾ സിനിമയിൽ നമ്മൾ വിളിക്കുന്ന സമയത്ത് പലരും ഇപ്പം എൻ്റെ അനുഭവം കേട്ടോ ഞാൻ പറയണേ, നമുക്ക് ഏറ്റവും അറിയാവുന്ന ആൾക്കാരായിരിക്കും ചിലപ്പോൾ വിളിക്കുന്നത്. ഇപ്പോൾ പറയും അയ്യോ വീണയ്ക്ക് പറ്റുന്ന ക്യാരക്ടറല്ല അത്. വീണയ്ക്കൊക്കെ തരുമ്പം അത്രയും നല്ല സാധനം തരണ്ടേ. ഇതിന് സ്ഥിരമായിട്ട് അതൊരു മര്യാദയാണ്, നമ്മളോട് കാണിക്കുന്ന മര്യാദ. ഇപ്പം ഞാൻ സാറേ പടത്തിലൊരു വേഷം തന്നിട്ടാ, തനിക്ക് വേഷമൊന്നുമില്ല പോ. ഇത് പറയണത് ഇപ്പം ഈ പറഞ്ഞ നമ്മൾ ഭയങ്കര വ്യത്യാസം. പക്ഷെ നമ്മുടെ സിനിമ വരുമ്പം അങ്ങനെയല്ല, നമ്മൾ പറ്റുന്ന രീതിയിലുള്ള ക്യാരക്ടേഴ്സൊക്കെ കാണാറുണ്ട്. അപ്പം ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട് സിനിമയിൽ നിന്ന് ചെറുതായിട്ട് ഒഴിവാക്കപ്പെട്ടോ അങ്ങനെയൊക്കെ എനിക്ക് ചില സമയത്ത് ചിന്തിച്ചു പോകുന്നുണ്ട് ഞാൻ. അങ്ങനെ ചേട്ടന് തോന്നിയിട്ടുണ്ടോ? ചേട്ടനെ വലിയ സിനിമകളിൽ നിന്ന് ഇപ്പം വലിയ ഡയറക്ടേഴ്സിന്റെ മൂവിയിൽ നിന്നും കോളുകൾ വരാതെ വരികയും, കാരണം ചേട്ടനൊരു നല്ല രീതിയിലൊരു നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ കോമഡി കൈകാര്യം ചെയ്യുക അല്ലെങ്കിൽ സീരിയസ് റോൾ ആണെങ്കിൽ എന്തായാലും ചെയ്യുന്ന ആളാണ്. അപ്പം അങ്ങനെ ഒരു വലിയ ക്രൂ അല്ലെങ്കിൽ വലിയ ടീമിന് ഒരു കോള് വന്നിട്ടില്ല, എന്തുകൊണ്ട് എനിക്ക് വന്നില്ല, അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. ഞാൻ അവശ്യം ചിന്തിക്കാറേ ഇല്ല. അങ്ങനെയൊന്നും വിളിച്ചാൽ പോവും.
അത്രേ ഉള്ളൂ. അല്ലാതെ ഊട്ടി വിളിച്ചാൽ പോകും. അല്ലാതെ ഞാൻ അങ്ങോട്ട് വിളിച്ച് ചെന്ന് ചോദിച്ചു അങ്ങനെ പോയിട്ടില്ല. അത് എനിക്ക് ശീലമില്ലാഞ്ഞിട്ടല്ല. ഒന്നാമത്തെ എൻ്റെ സ്വഭാവം അറിയില്ല. ഞാനിങ്ങനെ ശ്രദ്ധയില്ലാതെ ഇങ്ങനെ നടക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് വലിയ പടത്തിൽ നിന്ന് വിളിച്ചില്ലെന്ന് ഓർത്ത് ഞാൻ അതിന് വിഷമിക്കുകയൊന്നും ചെയ്തിട്ടില്ല. പിന്നെ അന്യൻ സിനിമ കണ്ടപ്പോഴത്തേക്ക് വിക്രം ചെയ്യുന്ന പോലെ എനിക്കും ചെയ്യാൻ ആഗ്രഹമുണ്ട്. എന്നെ ഏതെങ്കിലും പൈസ കൊടുക്കുന്ന ധൈര്യത്തോട് കൊണ്ട് നിർത്തുമോ? പക്ഷെ എനിക്ക് ചെയ്യാൻ ഉറപ്പുണ്ട്. അതുപോലെ തന്നെ ചെയ്യാന്ന് എനിക്ക് ഉറപ്പുണ്ട്. പറയാൻ പറ്റില്ല, നാളെ ഒരിക്കലും അങ്ങനത്തെ പടം ചെയ്യാൻ പറ്റില്ല എന്താ അത്ര നമുക്ക്. അത് അന്യനായിരിക്കില്ല, അനിയനായിരിക്കും. അല്ല ഞാൻ പറഞ്ഞല്ലേ, എനിക്ക് ആ ക്യാരക്ടർ കണ്ടിട്ട് എനിക്ക് ചെയ്യാൻ പൂർണ്ണ വിശ്വാസമുണ്ട്. പക്ഷേ പൈസ കൊടുക്കുന്നവർക്ക് വിശ്വാസം വേണ്ടേ? അല്ല അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. നാളെ ഒരിക്കൽ ഇതേപോലെ തന്നെ ഒരു 5 വർഷം ഇരുന്ന് ചേട്ടന് ഞങ്ങൾ സംസാരിക്കുമ്പോൾ ചേട്ടൻ അതിലും മനോഹരമായ ഒരു പടം ചെയ്ത് സക്സസ് ആയിട്ടിരിക്കുന്നതായിരിക്കും. സിനിമ അങ്ങനെയല്ലേ? ഇപ്പം നമ്മളീ പറഞ്ഞ പോലെ തന്നെ എന്തോ ഒരു ആർട്ടിസ്റ്റുകൾ ഇങ്ങനെ മെയിൻ ഇതിൽ നിന്നിട്ട് ലീഡ് ചെയ്തിട്ട് ആ ടൈം കഴിയുമ്പോൾ കൊഴിഞ്ഞു പോകണമല്ലേ. പിന്നെ അവർ നമ്മൾ ഓരോ സ്ഥലത്തും ഉണ്ട്, എവിടെയെങ്കിലൊക്കെ ആയിട്ട് ഉണ്ട്. അത് മതി, സിനിമയിലുണ്ടല്ലോ. ഈ ഇടയ്ക്ക് വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ അവിടെ ഇവിടെയും പറഞ്ഞതും അല്ല, ഈ ഒരു ഓൺലൈൻ വരുന്നൊക്കെ പകുതിയും കള്ളത്തരമാണ്. എങ്കിൽ കൂടെ വന്നപ്പോൾ കേട്ടു എൻ്റെ ഓൺലൈനിൽ നല്ല ചാനലുകളുടെ ഇന്റർവ്യൂസ് വരാറുണ്ട്. ഇപ്പോൾ അല്ലാതെ ഈ പാപ്പരാസികൾ എന്ന് പറയുമല്ലോ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം അങ്ങനെ അതിനുണ്ടല്ലോ മുഖം കാണിക്കാത്ത ആൾക്കാർ. അപ്പോൾ അങ്ങനെ ഒരു സമയത്തിനകത്ത് ഞാൻ കേട്ടതാണ്, സ്വന്തം ദുശീലങ്ങൾ കൊണ്ട് സിനിമയിൽ നിന്നും മാറി നിൽക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടൊരു സാധനം. ചേട്ടൻ അറിഞ്ഞില്ലല്ലോ? അങ്ങനെ ഒരു സാധനം ഉണ്ട്. ദുശീലം എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ഡ്രിങ്കിങ് ഹാബിറ്റ്സ് കൊണ്ട് മാറാൻ അങ്ങനെ ഒരു സാധനം വന്നിട്ടുണ്ട്. അടിപൊളി. ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഇല്ലില്ല, ഞാൻ പറയുന്നു അങ്ങനെ ഒരു സംഭവം അല്ല, അങ്ങനെ ഒരു സാധനം വന്നിട്ടുണ്ട്. അപ്പൊ ഞാനതാ ഇങ്ങനെ എനിക്കറിയാവുന്ന സാജുവേട്ടൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ ഇനിയും ലേറ്റായിട്ട് പ്രശ്നങ്ങൾ കഴിഞ്ഞു ഉറങ്ങാതിരുന്നാലും അടുത്ത പിറ്റേ ദിവസം രാവിലെ വർക്കോ ഷൂട്ടോ ഷിഫ്റ്റോ ഉണ്ടെങ്കിൽ ഓടി ഉറങ്ങാതെ പോലും ലൊക്കേഷനിൽ എത്തുന്ന ആളാണ്. ഇത്രയും കൃത്യനിഷ്ഠയും അത്രയും ജീവിതത്തിൽ ഒരു എല്ലാം. ഇതിപ്പോ ഞാനിപ്പോ അറിയുന്നത് അത് ഇതുപോലത്തെ സഹോദരിയാണ് പറഞ്ഞത്. ഇതുപോലത്തെ സഹോദരി അടിപൊളി. കാരണം അല്ല ഡ്രിങ്ക് കഴിക്കില്ല എന്നും പറഞ്ഞു. ഞാൻ ഡ്രിങ്ക് കഴിക്കും എല്ലാം. ഞാൻ എല്ലാ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഞാൻ തുറന്നു പറയണ നമ്മൾ ചെയ്തിട്ട് ചെയ്യില്ല എന്ന് വെച്ചിട്ട് നമ്മൾ പ്രോഗ്രാം ഉള്ളപ്പോൾ ആ ദിവസമോ അങ്ങനെ ഷൂട്ടിനോ ഒന്നും നമ്മളത് ചെയ്തിട്ടില്ല. ഞാൻ എന്തുകൊണ്ടത് ഞാനിപ്പം ചോദിച്ചതെന്ന് വെച്ചാൽ അത് കണ്ടിട്ടുള്ള വീഡിയോയുടെ അടിയിലൊക്കെയുള്ള കമന്റുകളും കാര്യങ്ങളും ഉണ്ടല്ലോ, നമ്മളെ ബാധിക്കാറില്ല. പക്ഷെ ആരെങ്കിലും ഒരാൾ അതിനകത്തൊരു 10 പേര് അങ്ങനെ അല്ല എന്നുള്ള സാധനം എനിക്കും പറയുള്ളൂ. എനിക്കൊരു എന്നാ പറയുന്നത്, എൻ്റെ ഫാമിലി പോലെയാണ് സാജുവേട്ടൻ. അപ്പോൾ സാജുവേട്ടൻ എന്ന് പറഞ്ഞ വ്യക്തി എന്താണെന്നല്ല വ്യക്തമായിട്ട് വീട്ടുകാരെ ഒക്കെ എനിക്കറിയാം. ചിലപ്പോൾ പറഞ്ഞ കൊച്ചു ചിലപ്പോൾ എൻ്റെ കൂടെ പിരിവിട്ടടിച്ചിട്ടുണ്ടാവും. അതാ അല്ലാതെ ഞാൻ എന്ത് പറയാ. അല്ല ഇപ്പം അത് നമുക്ക് മാറ്റാം. ഇപ്പൊ ലൊക്കേഷനിലൊക്കെ ആണെങ്കിൽ ഒരാൾ കള്ളു കുടിച്ച് ഇങ്ങനെ ആ ലൊക്കേഷൻ തന്നെ അടുത്ത ലൊക്കേഷൻ അന്ന് തന്നെ അറിയും എല്ലാവരും. പിന്നെ ഭയങ്കരമായിട്ട് സ്പ്രെഡ് ആവില്ലേ? ഉറപ്പായിട്ട് സ്പ്രെഡ് ആവും. അവിടെ ഇപ്പൊ സിനിമയുടെ ഇപ്പോൾ ലൊക്കേഷനുകളിൽ ഇങ്ങനെ കുറേ സംഭവങ്ങൾ ഉപയോഗിക്കുന്നു, അതൊക്കെ വലിയ ഇഷ്യൂ ആയിട്ട് മാറിയിട്ടുണ്ട്. അത് സിനിമയെ വല്ലാതെ ബാധിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ പൊതുവെ മൊത്തത്തിലുള്ള അഭിപ്രായം. പക്ഷെ അങ്ങനെയുള്ളവരൊക്കെ ഇപ്പോഴും നന്നായി സിനിമ ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പം ചേട്ടൻ്റെ ലൊക്കേഷനിലോ എപ്പോഴെങ്കിലും അങ്ങനെ ഒരാൾ കാരണം ചേട്ടന് ബുദ്ധിമുട്ടുണ്ടാവുമോ, അല്ലെങ്കിൽ ഇങ്ങനെ വന്നിട്ടൊരു ബുദ്ധിമുട്ടുണ്ടായിട്ട് ആർക്കെങ്കിലും എതിരെ പ്രശ്നങ്ങളുണ്ടാവും അങ്ങനെ ചെയ്തിട്ടുണ്ടോ ഏതെങ്കിലും ലൊക്കേഷനിൽ? ഇതുവരെ ഒരു ലൊക്കേഷനിലും എനിക്കങ്ങനെ അനുഭവം ഉണ്ടായിട്ടില്ല. പക്ഷെ ഇപ്പോൾ സിനിമ എന്ന് പറയുമ്പോൾ പലരും പറയുന്ന കാര്യം ഇതാണ്, സിനിമയിൽ മൊത്തം ഇതാണല്ലോ, അങ്ങനെ ഒരു ടോക്കായിട്ട് മാറി. അത് മൊത്തത്തിലുണ്ട്. അത് പിന്നെ ഇത് ഉപയോഗിക്കുന്നതാണെങ്കിലും അവർ മറയും ഇതൊന്നും ഇല്ലാണ്ടായി, ഇപ്പോൾ ഓപ്പണായിട്ടായി. അപ്പോൾ അതൊക്കെ ചെയ്ത കാര്യങ്ങളാണ് പബ്ലിക്ക് പറയണത്. അപ്പം അതുകൊണ്ട് നമുക്ക് പബ്ലിക്കിനൊന്നും പറയാൻ പറ്റില്ല. മനസ്സിലായി. അപ്പോൾ ഇപ്പം ഞാനിപ്പോൾ ഈ ഇത് തമിഴ് പടം ചെയ്തു, ബ്ലൂ സ്റ്റാർ എന്ന് പറഞ്ഞ പടം ചെയ്തു. അയ്യോ മറ്റേ കാപ്പിരിമുടി. അതെ, ആ പടം ചെയ്തപ്പോൾ ഉണ്ടല്ലോ, ഒരു ഷോട്ട് കഴിഞ്ഞാൽ എന്നോട് അവർ ക്യാരവനിൽ കൊണ്ടിരുത്തു തന്നെ, വെയിലത്ത് ഗ്രൗണ്ടിലാണ്. ബാക്കി ചാന്ദനും അങ്ങനെ ആർട്ടിസ്റ്റുകളില്ലേ, അശോക് സെൽവം, അവരൊക്കെ ആ വെയിലത്ത് ഇരുന്നുകൊണ്ട് അടുത്ത് ഡെവലപ്പ് ചെയ്യുക. അങ്ങനെയാണ് ഞാൻ ഉമ്മാർ നോക്കിയിട്ട് ഉമ്മാർ ഉച്ചിരനും തണുത്തൊന്നും മാറിയിട്ടില്ല. അടുത്ത ഷോട്ടിന് ഞാൻ വരും, അതൊക്കെ എന്നെ കൊണ്ടുപോകും. പക്ഷേ ഇവരത് ഡെഡിക്കേഷനാണ്, അവരുടെ പടം എങ്ങനെ ആക്കിയെടുക്കണം, സീൻ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഇരിക്കുക. അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. ബാക്കി ഇവിടെ ആണെങ്കിൽ നമ്മൾ വന്ന് വിളിക്കണ്ടേ ആർട്ടിസ്റ്റ്. അത് മാത്രമല്ല ഏട്ടാ, ഞാൻ ആ തമിഴിൻ്റെ ആ സിനിമ കണ്ട് കഴിഞ്ഞ ഉടനെ ഏട്ടനെ വിളിച്ച ഓർമ്മയുണ്ട്. ചേട്ടാ എന്ത് രസമായിരുന്നു ആ ക്യാരക്ടർ. ഞാനത് പറഞ്ഞു, അങ്ങനത്തെ കിഡിലെ സാധനങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. അതാ ഞാൻ ചേട്ടൻ ആദ്യം തന്നെ ചോദിച്ചത്, മലയാളത്തിൽ എന്തുകൊണ്ട് അങ്ങനെ സംഭവങ്ങൾ ചെയ്യുന്നില്ല എന്ന് ഞാൻ ചോദിച്ചതിൻ്റെ കാര്യം. ചെയ്യൂല നമ്മൾ.
അതാണ് ഞാൻ പറഞ്ഞത്. ഞാനത് ഇപ്പം ഞാനും പല സിനിമകളും ഇതെന്താ നമ്മളെ കാരണം അങ്ങനത്തെ ഞാൻ ആ തമിഴിൽ ആ പ്രൊജക്റ്റ് ചേട്ടൻ്റെ കാണുമ്പോൾ നമ്മൾ അറിയുന്നില്ല ചേട്ടനെ പറ്റി നമ്മളോട് പറഞ്ഞിട്ടുമില്ല, ഗ്രൂപ്പിലൊന്നും പറഞ്ഞിട്ടില്ല ഇങ്ങനെ ഇടിവിട്ട് സാധനം ചെയ്തു എന്ന്. ആരെങ്കിലും കണ്ടിട്ടില്ലാത്തൊരു പോയി കാണണം, അത്ര നല്ല രസമായിട്ടാണ്. ഞാൻ ഇപ്പോൾ തമിഴ് പടം ചെയ്തിട്ട് ഞാൻ ഇവിടെ പ്രൊമോഷൻ ചെയ്തൊന്നുമില്ല. അത് ഗംഭീരമായിട്ടാണ് ചെയ്തേക്കുന്നത്. ആ എൻട്രി ആ ബുള്ളറ്റ് അങ്ങനെ ബുള്ളറ്റ് ബാബു ബുള്ളറ്റ് അവിടെ നിന്ന് ഞാനിവിടുത്തെ പ്രൊമോഷൻ പടത്തിനായിരുന്നു. അപ്പൊ അവർക്ക് കിട്ടിയാലും കൂടുതൽ കൈഡി ഇരിക്കായിരുന്നു. അത് അങ്ങനത്തെ ഒരു എൻട്രിയും കാര്യങ്ങളൊക്കെ കുറച്ച് സമയമല്ലേ ഉള്ളൂ. എന്നാൽ അയാൾ ഭയങ്കര നല്ല സോള് വേണം. അതാണ് നമ്മൾ വിചാരിക്കും ഇപ്പം നശിപ്പിച്ച് കളയാം, പൊളിറ്റിക്സ് പറഞ്ഞിട്ട് പോണതാണ്. അതെ 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 അതെ. ഇനി നമ്മൾ എച്ച് ചേച്ചിയുടെ കാര്യം പറയാം. കാരണം ചേട്ടൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് പ്രത്യേകിച്ച് നമുക്ക് ചേട്ടന് മാത്രം പറയാൻ പറ്റില്ല, ചേട്ടനും എച്ച് ചേച്ചി. അതെ, അതങ്ങനെയാണല്ലോ അതിൻ്റെ ഒരു പാർട്ട്. അതിൻ്റെ ഒരു പാർട്ട്. എച്ച് ചേച്ചി എന്ന് പറയുന്നത് നമുക്കൊക്കെ പേഴ്സണലി അറിയാം, ഭയങ്കര നല്ലൊരു എന്നാ പറയുന്നത്, നോർമലി ഭാര്യമാര് ഭർത്താക്കന്മാരെ സപ്പോർട്ട് ചെയ്യുന്നതിൽ അപ്പുറം പ്രൊഫഷണലിയും എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യുന്ന ഒരു പാർട്ട്ണറാണ്. എച്ച് ചേച്ചിയെ പറ്റി ഒരു വാക്ക് ഒറ്റ വേടി പറയാൻ പറഞ്ഞ എന്ത് പറയും? ഒറ്റവാക്കി പറഞ്ഞ എങ്ങനെ എന്നാ ശരിക്കും നല്ല നീട്ടി പറഞ്ഞോ? നീറ്റേം വേണ്ട, നമ്മൾ സാധാരണ പറയില്ലേ എൻ്റെ വൈഫ് എൻ്റെ ബാക്ക് ബോണാണെന്ന്. എൻ്റെ ഫുൾ ബോണാണ്. അതാണ് ചു. ഞങ്ങൾ രണ്ടുപേരും കൂടെ നാടകം ചെയ്യണത്. ആ ഒരു നാടകം നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, ഫാമിലി ഹിസ്റ്ററി പറഞ്ഞിട്ടൊരു നല്ല നാടകം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ഭയങ്കര അഭിപ്രായം കിട്ടിയതാ. അത് ആ നാടകം ഒറ്റ സ്റ്റേജേ കളിച്ചോളൂ. എന്നിട്ട് ഞങ്ങൾ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ നേരെ ബിഗ് ബോസിലേക്ക് പോണത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് കളിച്ചിട്ടില്ല. പിന്നെ ഇപ്പൊ പുതിയതാണ് ഇനിയിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ പുതിയതിന്റെ കണ്ടന്റ് എന്താ? ഇത് ചക്കപ്പറമ്പിലെ വിശേഷമൊന്നും ഉണ്ട്, വിശേഷങ്ങൾ മാത്രം അല്ല. ചക്കപ്പറമ്പ് എന്നൊരു ഗ്രാമത്തിന്റെ ഇതില്ലേ, കർഷക മരണവും കർഷക പ്രശ്നങ്ങളും അത് വെച്ചിട്ടാ. ഈ ഏട്ടന്റെ ഇൻഡസ്ട്രിയിലേക്കുള്ള വരവ് എല്ലാവരും ചോദിച്ചിട്ടുള്ള സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. ഈ ഇൻഡസ്ട്രിയിലേക്കുള്ള വരവ് പോക്കി ചോദിച്ചാൽ പോകുന്നില്ലല്ലോ. ഇൻഡസ്ട്രിയിലേക്കുള്ള ഏട്ടൻ്റെ വരവ് നമുക്ക് എല്ലാവർക്കും പല ഇൻ്റർവ്യൂവിലും കേട്ടിട്ടുണ്ട്. പക്ഷെ സാധാരണ ആൾക്കാരിൽ നല്ല സ്ട്രഗിൾ ചെയ്തിട്ട് എന്നോട് പറഞ്ഞ കുറേ കഥകളുണ്ട് ഇല്ലേ, സ്ട്രഗിൾ ചെയ്ത് ഒരു ലൈഫും കാര്യങ്ങളും. അതൊക്കെ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ദൈവം എനിക്കിപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റേജ് തന്നു, മേ ബി അത്രയും വിഷമങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ തന്നത് ഇങ്ങനെ ഇപ്പം നല്ല രീതിയിൽ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്, അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? അല്ല, അങ്ങനെ നമ്മളെപ്പോഴേ ഈ പ്രശ്നങ്ങൾ വരുമ്പോൾ മാത്രമേ ഭഗവാനെ വിളിക്കുള്ളൂ. അമ്പലത്തിൽ പോയിട്ട് എപ്പോഴെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? ഭഗവാന് സുഖമാണോന്ന് ചോദിക്കാറുള്ളത് സത്യം. പോയാ അവിടെ നിന്ന് ഇപ്പോ ഞാൻ കള്ളം പറയില്ല, കാല് ചവിട്ടും. സ്റ്റെപ്പ് കയറുമ്പോ ഭഗവാനെ ഇതും വെച്ചിട്ടാ കയറണം. പിന്നെ എങ്ങനെ ഭഗവാന്റെ വിശേഷം ചോദിക്കണം? ഞാൻ ഫുഡ് കഴിച്ചിട്ടുണ്ടോ ചോദിക്കാറ്. എന്നോട് സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞൊരു കാര്യമാണ്, നമ്മൾ ആദ്യം ചെയ്യുന്ന ഭഗവാൻ എന്തുണ്ട് വിശേഷം, സുഖമാണോന്ന് ചോദിച്ചിട്ട് വേണം തുടങ്ങാനായിട്ട്. അപ്പൊ അതുകൊണ്ട് ഈ കിട്ടിയ ലൈഫ് നമ്മൾ ആഗ്രഹിച്ചതിൻ്റെ ഇരട്ടി ഭഗവാൻ തന്നു. അപ്പോൾ പിന്നെയും പോയിട്ട് ഭഗവാനെ എനിക്ക് നല്ല പടങ്ങൾ തന്നെ എന്ന് പറഞ്ഞ് പിന്നെയും പോയി ശല്യം ചെയ്യാൻ പാടില്ലല്ലോ. അത് തന്നത് ആവശ്യത്തിലധികം തന്നിട്ടുണ്ട്. അത് നമ്മൾ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്, അതുപോലെ നമ്മൾ കൊണ്ടുനടക്കുക. ചേട്ടൻ ഇൻഡസ്ട്രിയിലേക്ക് ഫസ്റ്റ് വരുന്നത്, അത് മിമിക്രി വേദിയിലേക്ക് വരുന്നത് ഏത് പ്രായത്തിലാണ്? മിമിക്രി വേദിയിലേക്ക് ഡിഗ്രി ഒക്കെ പഠിക്കുന്ന സമയത്താ. ഇത് ചെറുതിലേ മുതലേ ഇതിനോടുള്ള കലാവാസന? എൻ്റെ ചേട്ടൻ മിമിക്രി ആർട്ടിസ്റ്റായിരുന്നു. ചേട്ടൻ സ്കൂളിൽ ഈ വർഷം ചെയ്യണത് അടുത്ത വർഷം ഞാൻ ചെയ്യും. അങ്ങനെ ആയിരുന്നു. അവൻ ചെയ്യുന്നത് കണ്ടുപിടിച്ച് വന്ന ഞാൻ. ചേട്ടനാണ് കൊച്ചി സംഗമിത്രയൊക്കെ മിമിക്രി തുടങ്ങണതും, കൊച്ചി ഹൈലൈറ്റ്സ് എന്നൊക്കെ പറഞ്ഞ ട്രൂപ്പ്, അതിൽ കോമഡി ലീഡ് കളിക്കണതാണ്. അപ്പോൾ പുള്ളിക്ക് ജോലി കിട്ടി, ഇന്ത്യൻ ഓയിലിൽ ജോലി കിട്ടിക്കഴിഞ്ഞാൽ പുള്ളി പാടെ നിർത്തി. ആ സമയത്ത് ഞാൻ അങ്ങോട്ട് കയറി. അപ്പൊ ചേട്ടനും അതിനകത്തൊരു പണ്ട് മുതലേ താല്പര്യം ഉണ്ട്. ശബ്ദങ്ങൾ അനുകരിക്കാറുണ്ട് ചേട്ടൻ? ശബ്ദം അനുകരിക്കാത്ത ഒരേ ഒരു മിമിക്രിക്കാരൻ ഞാനാണ്. സ്കിറ്റ് മാത്രമേ കളിച്ചിട്ടുള്ളൂ. അപ്പൊ അന്നും ചില സ്കൂളിലൊക്കെ ചെല്ലുമ്പോൾ പറയും 2 നടന്മാരെ കാണിക്കണേ. ഞാൻ പറഞ്ഞു ഗൂഗിളിൽ കാണിച്ചെന്താ മതി ചോദിക്കും. അല്ലാതെ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല, സ്കിറ്റ് മാത്രം കളിച്ചിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ സ്കിറ്റുകൾ കളിച്ചിട്ടാണ് മറ്റേ മഴവിൽ മനോരമയിലേക്ക് വരുന്നത്. അപ്പൊ ആ സമയത്ത് 2.5 മണിക്കൂർ എന്ന് പറഞ്ഞ പരിപാടി എന്ന് പറഞ്ഞാൽ 2.5 മണിക്കൂർ സ്കിറ്റ് തന്നെ, പാട്ടോ ഡാൻസോ ഒന്നും ഇല്ല ഇതിൻ്റെ ഇടക്ക്. അപ്പൊ അതിനിടക്ക് ഈ ഫുള്ള് സ്കിറ്റ് കളിക്കുക. അതിനിടക്ക് ഒരു ഗ്യാപ്പ് കിട്ടണത് ഈ നടന്മാരെ അനുകരിക്കുന്ന ഒരു പോർഷൻ 10 മിനിറ്റോളം ഉണ്ട്. ആ സമയത്ത് ഒരു ഗ്യാപ്പ് കിട്ടണത്. അപ്പൊ കയറി നടന്മാരെ അനുകരിക്കാൻ നിൽക്കില്ലല്ല, റെസ്റ്റ് ചെയ്യുള്ളൂ. ആ സമയത്ത് നടന്മാരെ അനുകരിക്കണം നമ്മുടെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ കാജറ്റും പ്രശാന്ത് ഒക്കെ ഉണ്ട്. ഇവർ പുറത്തിറങ്ങുമ്പോൾ പരിപാടി ചെയ്യുമ്പോൾ ആൾക്കാർ നന്നായിരുന്നിട്ട് അടിപൊളിയായിരുന്നു. നമ്മളെപ്പോഴും വള്ളിക്കളസ് വിട്ട് വേർത്ത് കുളിച്ച് അപ്പുറത്തേക്ക് നമ്മളെ മൈൻഡ് ചെയ്യുക പോലും ഇല്ല. ഇത് കഴിഞ്ഞിട്ട് ചാനലിലേക്ക് വന്നപ്പോഴത്തെ സ്കിറ്റിനായ പ്രാധാന്യം. ആദ്യം ചാനലിൽ ഏത് ചാനലിലായിട്ട് നോക്കിയത്? അത് ജീവൻ TV ചെയ്തിട്ടുണ്ട്. ജീവൻ TV ഫസ്റ്റ് ചെയ്യണ ജീവൻ TVയിലാണ്, പിന്നെ കൈരളി, പിന്നെ മനോരമ, പിന്നെ സകല ചാനലിലും. മനോരമയിലെ മറ്റേ ഏറ്റവും ഹിറ്റായി പാഷാണം ഷാജി എന്നുള്ള പേര്, ആ പേരിലേക്ക് എത്തിയ സ്റ്റോറി എന്താ ശരിക്കും കേട്ടാ? ആ പേരിലേക്ക് എത്തിയ സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വൈകിട്ട് സ്കിറ്റ് കളിക്കണം.
അപ്പോൾ രാവിലെ ഒരു ടീം ഞങ്ങൾ കളിക്കുന്ന അതേ പാറ്റേണിൽ സ്കിറ്റ് കളിച്ച്. അപ്പോൾ ഈ നമുക്ക് അവിടെ പറഞ്ഞ് മാറ്റിക്കാൻ പറ്റില്ലല്ലോ, ഞങ്ങളുടെ അടുത്ത ആഴ്ചക്ക് വെക്കുമ്പോൾ നടക്കില്ല. അങ്ങനെ ഇരുന്ന് പ്ലാൻ ചെയ്തതാണ് ഈ പാഷാൻ ഷാ ഇന്നൊന്ന് സ്കിറ്റ് ഉണ്ടാക്കിയതും കുറച്ച് റിഹേഴ്സൽ ചെയ്തിട്ട് കളിച്ച സംഭവം അത്. അപ്പോൾ അവർ ആ സ്കിറ്റ് കളിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരാൾ ഉണ്ടായത്, ആ ക്യാരക്ടർ വന്നുകൊണ്ടാണ് ഞാനിപ്പോൾ ഉണ്ടായത്. അതാണ് ചേട്ടൻ്റെ ഏറ്റവും എല്ലാവരും ശ്രദ്ധിച്ച. അതെ അതെ, അതിൻ്റെ 1 2 3 4 പാർട്ടുണ്ട് അതിൻ്റെ. പിന്നെ ഒരു 2.5 മണിക്കൂറുള്ള ഒരു സിനിമ പോലെ ഉണ്ട്. ആദ്യമായിട്ട് ഒരു സ്കിറ്റ് അങ്ങനെ വന്നത്. 4 പാർട്ട് ഉണ്ടായിരുന്നു അതിൻ്റെ. നമ്മൾ ഒരുപാട് സ്റ്റേജിൽ കളിച്ചിട്ടല്ല ആദ്യമൊക്കെ, അല്ല ആദ്യമല്ല എല്ലാ നമ്മളെല്ലാത്തിനും എടുത്തിട്ടാണ് പാഷാണ ഷാജി ഏറ്റവും അധികം ആൾക്കാരെ. അങ്ങനെ ലൈഫിൽ ആരെങ്കിലും പറ്റിക്കാറുണ്ടോ? ഞാൻ അങ്ങനെ തന്നെയാണ്. വീട്ടിൽ അവൻ കുഞ്ഞായിരുന്നു, വൈഫിൻ്റെ ബ്രദറിൻ്റെ മോൻ. അപ്പോൾ അവൻ എണീറ്റ് വന്നു കഴിഞ്ഞാൽ നേരെ എൻ്റെ മേത്തുനിന്ന് കിടക്കും, ഈ താഴെ കിടക്കുമായിരിക്കും. ഞാൻ അപ്പോൾ ടി വി വെച്ചിട്ട് ഞാൻ പറയും, ഇന്ന് ഇക്രുവിൻ്റെ സ്കൂളിൽ പഠിത്തമില്ല. അപ്പോൾ പുള്ളി ശരിയാണോ? മീനാക്ഷിക്ക് പഠിത്തമുണ്ട്. ഒറ്റ ഓട്ടം ഓടും അപ്പുറത്തോട്ട്. പിന്നെ അവിടെ കിടന്ന് കരച്ചിൽ കേൾക്കാം, തള്ള പിടിച്ച് നല്ല തല്ല് കൊടുക്കും, സ്കൂളിൽ പോകില്ലെന്ന് പറയുമ്പോൾ. അങ്ങനെ എന്താണെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യും. ചേട്ടൻ ക്യാരക്ടറിലൂടെ ആൾക്കാരെ പറ്റിച്ചിട്ടുണ്ട്. ചേട്ടൻ ആരെങ്കിലും ജീവിതത്തിൽ ശരിക്കും പറ്റിച്ചിട്ടുണ്ട്? ഒത്തിരി പറ്റിച്ചിട്ടുണ്ട്. ഏറ്റവും അധികം ലൈഫിൽ നമുക്ക് വിഷമം തോന്നി നമ്മുടെ കൂടെ നിന്നിട്ട് നമുക്കിട്ട് ഇത്രയും വലിയ പണി എന്നിട്ട് പോയല്ലോ, പേര് പറയണ്ട, അങ്ങനെ ഒരു ഇൻസിഡന്റ് എന്തെങ്കിലും പറയാം? ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. ഏതെങ്കിലും ഒന്ന് പറയുമെന്ന് ചോദിച്ചു. ഒത്തിരി അല്ല പറയണല്ലേ, പേരെടുത്ത് പറയണമെങ്കിലും അല്ലെങ്കിലും എനിക്ക് പറയാൻ ആഗ്രഹിക്കാത്ത കാര്യമാണ്. അല്ല പറയാൻ ആഗ്രഹിക്കാത്ത കാര്യമാണ്. ഒരുപാട് ആൾക്കാർ പറ്റിച്ചിട്ടുണ്ട്. പറ്റിക്കാൻ നിന്ന് കൊടുത്തിട്ടാണോ? അല്ല, നമ്മൾ സ്വയം പറ്റിക്കപ്പെടുമെന്ന് നമുക്കറിയാം. അത് പൈസയുടെ കാര്യത്തിലാണ് എന്തിനാണ് നമുക്കറിയാം, നമ്മൾ പറ്റിക്കപ്പെടണമെന്ന് അറിയാം. അപ്പോഴും ചിരിച്ചുകൊണ്ട് നിൽക്കുള്ളൂ, അതൊന്നും കുഴപ്പമില്ല. ലൈഫിൽ എപ്പോഴും ചിരിക്കാനാണ് ഇഷ്ടം. അത് തന്നെ, വെറുതെ എന്തിനാണ് നമ്മൾ ഈ കുറഞ്ഞ സമയം നമ്മൾ കരഞ്ഞും പിഴിഞ്ഞും തീർക്കണം എന്തിനാ? ഏറ്റവും അധികം ലൈഫിൽ എനിക്ക് ഏറ്റവും വിഷമം, എൻ്റെ വിഷമം ഇതാണ്, അങ്ങനെ എന്തെങ്കിലും ഉണ്ട് സംഭവം? അല്ല, വിഷമം തോന്നണ നിമിഷങ്ങളുണ്ട്. അത് ഞങ്ങൾ ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടാവുന്നത് ഞങ്ങൾ ഈ ട്രീറ്റ്മെൻറ്റ് ഉണ്ടല്ലോ, IVF, കുട്ടികളില്ലാത്തതിൻ്റെ ട്രീറ്റ്മെൻറ്റ് അടക്കുമ്പോൾ നമ്മൾ IVF ചെയ്തിട്ട് വൈഫ് റെസ്റ്റ് എടുക്കും. ഒരു 14 ദിവസമൊക്കെ റെസ്റ്റ് എടുത്തിങ്ങനെ ബെഡ് റെസ്റ്റ് അനക്കൂല. അപ്പോൾ ഇത് 15ാമത്തെ ദിവസം നമ്മൾ ഈ റിസൾട്ടിന് പോകും. റിസൾട്ടിന് പോയിട്ട് അവിടെ വെച്ച് നമുക്ക് നെഗറ്റീവാണെന്ന് അറിയും. അറിഞ്ഞു കഴിഞ്ഞിട്ട് ഞാനിത് ഈ 14 ദിവസം ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്ത് കിടക്കണം. ചേട്ടാ അപ്പോൾ ആളെ 14 ദിവസം ഇങ്ങനെ കിടക്കണ ഇതും ഈ റിസൾട്ട് വരാൻ വെയിറ്റ് ചെയ്തിരിക്കുന്ന വൈഫിനോട് ഞാൻ വന്ന് പറയണം. ഓൾറെഡി ഞാനിത് അറിഞ്ഞ് എൻ്റെ വിഷമം പ്രശ്നമില്ല, നമ്മളെ പിടിക്കും. പക്ഷെ ഇത് വന്ന് പറയണ്ടേ ഇയാളുടെ അടുത്ത്. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ വിഷമം അതാണ്. നമ്മൾ പൊതുവേ ഈ എന്തുണ്ടെങ്കിൽ അച്ഛന്മാർ അല്ല ആണുങ്ങൾ കരയില്ല, അവർ പിടിച്ചു നിന്നോളെന്ന് പറയും. പക്ഷെ ഇവരുടെ വിഷമം എന്താണെന്നറിയാമോ? ഒരു 10-21 വയസ്സുള്ളൊരു അച്ഛൻ, ആ മോനുള്ളൊരു അച്ഛൻ, ഈ മകനൊരു ബൈക്ക് ആക്സിഡൻറ്റിൽ മരിച്ചു കഴിഞ്ഞാൽ ആദ്യം അച്ഛനോടെ പറയുള്ളൂ. അമ്മേനെ അറിയിക്കേണ്ട, അമ്മ വിഷമിക്കും, ചേട്ടൻ വന്നാൽ ചേട്ടൻ മറ്റത്. ഈ മനുഷ്യൻ മോർച്ചറി വന്ന് മോനെ കാണണം, പിറ്റേ ദിവസം എവിടെയെങ്കിലും നിൽക്കണുണ്ടോ? അങ്ങനത്തെ അച്ഛനെ കണ്ടിട്ടുണ്ടോ? അയാളുടെ ഉള്ളിൽ കത്തിയരിയായിരിക്കും. എന്നാലും അവിടെ എവിടെയെങ്കിലും മാറി ഇങ്ങനെ കൈ കെട്ടി നിൽക്കണ്ടാവും, എന്നോടൊക്കെ മിണ്ടണ്ടല്ലോ. അമ്മ അകത്ത് കിടന്ന് ഇടിച്ചു ഒളിച്ച് അമ്മയുടെ വിഷയങ്ങളൊക്കെ തീരും. പക്ഷേ ഈ അച്ഛന്മാർ കരയണത് ഉള്ളിലിട്ട് പെരിപ്പിച്ച് ആ മനുഷ്യൻ പിന്നെ ഇതെല്ലാം കഴിയുമ്പോൾ തനിച്ചാവുന്ന സമയത്ത് പുള്ളി കരയും. അത് ഭീകരോ. അപ്പം ഇതാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പം ഈ പ്രശ്നം ഞാനിത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു ടോക്കായിട്ടാണ്. ഒത്തിരി പേര് ഈ ഒരു കാര്യം പറഞ്ഞിട്ട് എനിക്ക് പേഴ്സണലി അറിയാവുന്ന എൻ്റെ ഏറ്റവും അടുത്ത എൻ്റെ റിലേറ്റീവ്സ് ഉൾപ്പെടെ വീട്ടിൽ നിന്നും ചുറ്റുപാടുന്നും ഒക്കെ ഇതിൻ്റെ പേരിൽ ഒരുപാട് അങ്ങനെ ഡെസ്പാവുന്ന ആൾക്കാരോട് പറയേണ്ട അവർക്കൊരു ഇൻസ്പിറേഷൻ പോലെ. കാരണം നമ്മൾ പറയുന്ന പല കാര്യങ്ങളും ഇവരൊക്കെ ഇൻസ്പയർഡ് ആവുന്നുണ്ട്. കാരണം ഒരു ഇൻ്റർവ്യൂ കൊടുക്കുമ്പോൾ നമ്മൾ പറയുന്ന ഓരോ വാക്കുകളും അവർക്ക് ഭയങ്കര സംഭവമായിട്ട് എനിക്കൊക്കെ ഇൻസ്റ്റൻ്റ് കമൻറ്റുകൾ വരുന്നതുകൊണ്ട് മെസ്സേജൊക്കെ വരാറുണ്ട്. ഇങ്ങനെ പ്രശ്നങ്ങളിലൂടെ പോകുന്ന ഒത്തിരി പേരുണ്ട്. അവരോടും പിന്നെ അവരെ ഇത്രയും സ്ട്രെസ് കൊടുക്കുന്ന അവരുടെ ഫാമിലിയോടൊക്കെ ചേട്ടൻ എന്ന് പറഞ്ഞ വ്യക്തി ഇതൊക്കെ കടന്നു വന്നിട്ട് ജീവിതത്തിൽ ഇപ്പം ഹാപ്പി ആയിട്ട് നിൽക്കുന്ന ഒരു സ്റ്റേജാണ്. ഇത് വിഷമങ്ങൾ ഉണ്ടാവും, എനിക്കും ഒത്തിരി വിഷമമുണ്ട്, ഏട്ടനും എല്ലാവർക്കും അവന് ഇതൊരു വലിയ വിഷമം തന്നെയാണെന്ന് നമുക്കറിയാം. പക്ഷെ അതിനൊരു ഓവർകം ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ള രീതിയിൽ ചേട്ടൻ എന്താ പറയാനുള്ളത്? അങ്ങനെയുള്ള ഒരു സമൂഹത്തോട് ചേട്ടൻ എന്താ പറയാനുള്ളത്? അതല്ല ഞാൻ പറഞ്ഞു, ഇപ്പോൾ നമ്മൾ ഈ കുഞ്ഞുങ്ങളില്ലാതെ നിങ്ങൾ ഇതിൻ്റെ ഹോസ്പിറ്റലിൽ പോകണം, അപ്പോഴാണ് ബഹുരസം. അപ്പം ഞാനും വൈഫും കൂടി എടുത്തിൽ അവിടെ കൊണ്ട് ഉരുളി അമൃത്തനോട്ടോ അമ്പലത്തിൽ കൊണ്ടേ, ശരി ഓക്കെ ഉരുളി അമൃത്താം. അപ്പോൾ വൈഫും ഞാനും കൂടി മണ്ണാർശാലയ്ക്ക് പോയി ഉരുളി അമൃത്താൻ. അപ്പം ഞങ്ങളുടെ ഫ്രണ്ടിൽ നിൽക്കുന്ന ഒരു ചേട്ടൻ, ഒരു നല്ല പ്രായമുണ്ട്, ഒരു 55-58 വയസ്സും, ചേച്ചിക്കും അത്രയും പ്രായമുണ്ട്. ഇവർ രണ്ടുപേരും ഇതേ കാര്യത്തിന് തന്നെ വന്ന് നിൽക്കുക.
അപ്പം ഞാനിവിടെ നിന്ന് ഭഗവാനെ ഞങ്ങൾക്ക് ആയാലും കുഴപ്പമില്ല, അവർക്ക് ആവട്ടേട്ടാന്ന് ഞാനിങ്ങനെ പറഞ്ഞു. ഇത് കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ വൈഫിനെ വെച്ചു, എന്നെ ആർക്കും വേണ്ടി പറഞ്ഞ. അപ്പോൾ വൈഫ് പറയാം, ഞാൻ ആ മുമ്പിൽ നിന്ന് ചേട്ടൻ ചേച്ചിക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിച്ചത്, ഞങ്ങളവിടെ ഉരുട്ടി ആകുമ്പോഴത്തേക്ക് വന്നേക്കണം, ഇനി അടുത്ത സെക്കൻഡ് പാർട്ട് കൊടുത്തിട്ട് വരും, ഞങ്ങളുടെ ആരും പറഞ്ഞിട്ടില്ല. അപ്പം ഈ പറഞ്ഞ പോലെ നമ്മൾ മക്കളുള്ളവർക്ക് മക്കളുള്ളതിൻ്റെ പ്രശ്നം, കുട്ടികളില്ലാത്തവർ കുട്ടികളില്ലാത്തതിൻ്റെ പ്രശ്നം. ഇപ്പം നമ്മൾ നമ്മുടെ ഗവൺമെൻറ്റിലാണെങ്കിൽ തന്നെ കുട്ടികൾ അമിതമായ അതിന് വേണ്ടിയിട്ട് നമ്മൾ പണ്ടൊക്കെ എന്താ പറഞ്ഞതിന് നിർത്തലാക്കണതിന് നിർത്തുന്നതിന് എന്തോ പറയുമല്ലോ, അല്ല ഞാൻ വന്ധീകരണം ഇങ്ങനെ ജനപ്പെരുപ്പ് കൂടുന്നതിന് വന്ധീകരണം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ട്, അങ്ങനെയുള്ള സംവിധാനമുണ്ട് ഫ്രീ ആയിട്ട്. എന്തുകൊണ്ട് കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് വേണ്ടിയിട്ട് കുഞ്ഞുങ്ങളുണ്ടാവാനുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ അതുപോലത്തെ ഒരു സ്ഥാപനം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവാത്ത എന്താ? അങ്ങനെ പറയണ്ടേ? എല്ലാം പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഭയങ്കര കാശ് മുടക്കുക. പറമ്പ് വിറ്റ കാശ് പേപ്പറിൽ പൊതിഞ്ഞ് എൻ്റെ അടുത്തിരിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ഒരു ചേട്ടൻ, ഭയങ്കര കോസ്റ്റ്ലി ചെയ്തത്. അപ്പം അതിനും വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ ജനപ്പെരുപ്പ് തടയാൻ പറ്റി വന്ധീകരണം ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഈ കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളുണ്ടാകാൻ വേണ്ടിയിട്ട് ഒരു ഗവൺമെൻറ് ഭാഗത്തു നിന്നൊരു ഹോസ്പിറ്റലോ കാര്യമൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. നല്ല ആശയമാണ് കേട്ടോ. പക്ഷെ ഇങ്ങനെയുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് അത് മുന്നിട്ട് ഇറങ്ങുന്നത് ഭയങ്കര കുറവായിരിക്കും. കാരണം ഏറ്റവും അധികം ഫിനാൻഷ്യലി ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഏറ്റവും അധികം പൈസ ഉണ്ടാക്കുന്ന ഇങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്. ഞാനും പോണുണ്ട്, പക്ഷെ നിവൃത്തിയില്ലല്ലോ, നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. പക്ഷെ എൻ്റെ മനസ്സ് പറയുന്നു അടുത്ത വട്ടം നമ്മൾ ഇരിക്കുമ്പോൾ എല്ലാം ശരിയാവും. പക്ഷെ ഇതൊന്നും ശരിയായില്ലെങ്കിൽ നിങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ ഈ പ്രാവശ്യം ശരിയാവുന്ന ഓർത്തില്ല. അപ്പൊ നീ പിന്നെ അടുത്ത പ്രാവശ്യത്തേക്ക് വെച്ചേക്കാം. അടുത്ത പ്രാവശ്യം നമ്മൾ ഇരിക്കുമ്പോൾ എല്ലാം ശരിയാവുന്നത്. അല്ല ഞാൻ പറഞ്ഞത്, എന്നിട്ട് ഭയങ്കര നല്ല ഹാപ്പി നിങ്ങൾ രണ്ടുപേരും തമ്മിലൊരു ബോണ്ടിങ്, ഫാമിലിയുടെ സപ്പോർട്ട്. പല ഫാമിലിയിൽ സപ്പോർട്ട് ഇല്ല കേട്ടോ. എന്റെ വീട്ടിൽ ഇതുവരെ പറഞ്ഞില്ല. എന്താണ് അവർക്കത് പ്രശ്നം, അവർക്ക് ഞങ്ങൾ രണ്ടുപേരും പിള്ളേരെ പോലെ ഫാമിലിയുടെ ഞാൻ വളരെ എൻ്റെ പേഴ്സണലി എനിക്കൊരു ഉണ്ടായ ഒരു അനുഭവമാണ്. ഞാൻ പറഞ്ഞത് അവരുടെ ഫാമിലിയിൽ നിന്ന് വരുന്ന പ്രഷർ ഉണ്ടല്ലോ, അതാണ് അവരെ തളർത്തി കളയുന്നത്. അങ്ങനെ ചെയ്യുന്ന ആൾക്കാരോട് എന്ത് പറയണത് പോലും അറിയത്തില്ല. അങ്ങനെ ഭയങ്കരമായിട്ട് ഫാമിലിയിൽ നിന്ന് പ്രഷർ കൊടുക്കുന്നു. അപ്പം ഞങ്ങൾ 10 മക്കളാണ്. ഞാൻ എൻ്റെ അച്ഛനും അമ്മക്കും ഞങ്ങൾ 10 മക്കളാണ്. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് ഭാഗമായിട്ട് ഡോക്ടറെ അടുത്ത് ഡോക്ടർ ചോദിച്ചു വീട്ടിലെങ്ങനെ എത്ര കുട്ടികളാണ് നിങ്ങൾ? ഞങ്ങൾ 10 മക്കളാണ്. അപ്പോൾ ആവശ്യം നോക്കണ്ട. ഇങ്ങനെ ചിരിക്കാൻ ഒത്തിരി ഉണ്ട് ഈ ട്രീറ്റ്മെൻറ്റിന് മുമ്പ്. ചിരിച്ചിടപാട് ഏതായിരുന്നു ഒരു പടം വന്നായിരുന്നല്ലോ, വിശേഷമോ ഇല്ലല്ലോ, ഇതുപോലെ ട്രീറ്റ്മെൻറ്റുമായിട്ടൊരു പടം ഉണ്ടായിരുന്നല്ലോ വിശേഷം. ഈ പടത്തിൻ്റെ അത് ഞങ്ങളൊക്കെ തന്നെ കറക്റ്റ്. അല്ല ഒത്തിരി പേർക്ക് ഇത് പറയുമ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. പിന്നെ ഞാൻ ചിരിച്ചിടപാട് ഓരോ കാര്യം നാണിച്ച് ചമ്മിപ്പുഴുത്ത ഈ ആൾക്കാരുടെ ഇടയിൽ കൂടി പോണത്, പക്ഷെ പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. തിരിച്ചു വരുമ്പോൾ അതിലും ചമ്മിപ്പുഴുത്താൻ പറ്റത്. പക്ഷെ അതൊക്കെ ഭയങ്കര അനുഭവങ്ങളാണ്. അല്ല ഇത് ചേട്ടനിപ്പോൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എത്ര ആൾക്കാരുടെ മനസ്സിലായിരിക്കും. പിന്നെ എല്ലാവരും അറിയാൻ പറ്റും. അല്ല അവിടെ ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നേ ഓരോ പ്രതീക്ഷകളാണല്ലോ എല്ലാവർക്കും, നമുക്ക് എല്ലാവർക്കും അതല്ലേ ചേട്ടാ. അപ്പൊ ആ പ്രതീക്ഷയും വെച്ചിട്ട് നിൽക്കണം. ഇപ്പൊ ഇതിലൂടെ നടന്നു പോകുമ്പോൾ കുറെ പേഷ്യൻ്റ് ഇതിനു വേണ്ടി വന്നേക്കണം. അവർ കുറച്ച് ഇപ്പുറത്തോട്ട് നീങ്ങുമ്പോൾ കുറേ പൊടി കുഞ്ഞുങ്ങളായിട്ട് കുറേ ആൾക്കാർ, അപ്പുറത്ത് ചെല്ലുമ്പോഴത്തേക്ക് തിയേറ്ററിൻ്റെ വാതിക്കയിൽ വെയിറ്റ് ചെയ്ത് നിൽക്കണം കുഞ്ഞു വരാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ ഡെയിലി കാണുന്ന കാര്യങ്ങളാണ്. എല്ലാം പ്രതീക്ഷയാണ്. എല്ലാം ഇപ്പം ജീവിതമാണെങ്കിലും സിനിമയാണെങ്കിലും എല്ലാം നമ്മൾ എന്തിൽ നിൽക്കുന്നോ ഒക്കെ ഒരു പ്രതീക്ഷയുടെ പുറത്തല്ലേ. അത്രേ ഉള്ളൂ. നാളെ എന്നുള്ളൊരു പ്രതീക്ഷ ഇല്ല. 30 സെക്കൻഡ് കഴിഞ്ഞാൽ ഇല്ല. സീരിയസ് ആയിട്ട് പറഞ്ഞു 30 സെക്കൻഡ് കഴിഞ്ഞ് അതേ ഉള്ളൂ നമുക്കൊരു ദൈർഘ്യം. എങ്ങനെയായിട്ട് നമുക്കൊരു 30 സെക്കൻഡ് ഇപ്പം ഈ ഇരിക്കണ ഇരുമ്പോൾ തീരാവുന്നുള്ളൂ. സാജുവേട്ട അങ്ങനെ പറയുന്നത് അല്ല, ഞാൻ മനസ്സിൽ തട്ടി പറഞ്ഞാലേ കുഴപ്പമുള്ളൂ. സാജുവേട്ടനും പ്രത്യേക സാജുവേട്ടനൊരു കാര്യം മനസ്സിൽ തട്ടി പറഞ്ഞ അത് സംഭവിച്ചിരിക്കും. എന്നെ വിഷമിപ്പിച്ച കാര്യം പറഞ്ഞില്ലേ, ആ വിഷമിപ്പിച്ച ആൾക്കാർ ഏത് ഏരിയയിൽ നിന്നാണ് എന്നെ വിഷമിപ്പിച്ചത് ആ ഏരിയയിൽ ഇല്ല. ഇപ്പൊ ഇല്ല. ആളുണ്ട് ആ ഏരിയയിലില്ല. ആ ഏരിയയുമായി റിലേറ്റ് ആയിട്ടായിരിക്കുമല്ലോ വിഷമം. അതെ ആ ഏരിയയിലില്ല. ആ ഏരിയയിൽ നിന്ന് ആള് പോവുകതന്നെ ചെയ്തു. കഴിഞ്ഞ മിനിഞ്ഞാവുന്നേ കൂടി ഞാൻ വണ്ടി ഇരുന്നിട്ട് മനോജിനോട് പറഞ്ഞു ഇപ്പം എങ്ങനെ ഇരിക്കുന്നത്, അവൻ അറിയിപ്പിച്ചെന്ന് ചോദിച്ചു. അല്ലാണ്ട് ഞാനൊന്നും പറഞ്ഞിട്ടില്ല, ഒന്നും മനസ്സിലായി. എല്ലാം അതെല്ലാം സത്യമായിട്ടത് നമ്മുടെ ഷോയുടെ യാത്രകളിൽ ഏറ്റവും അധികം നമ്മൾ യാത്ര ചെയ്തിട്ടുള്ളത് ഞാനും സാജുവേട്ടനും രാജേഷ് ഏട്ടനും സുധിച്ചേട്ടനുമായിട്ട. സുധിച്ചേട്ടൻ്റെ കോമഡികൾ ഓരോ ട്രിപ്പിന് പോകുമ്പോഴുള്ളതുണ്ടല്ലോ. സുധിച്ചേട്ടൻ ഇല്ല നമ്മോടൊപ്പം, പക്ഷേ സുധിച്ചേട്ടൻ പറയുമ്പോൾ എനിക്ക് ഓർക്കാൻ ഏറ്റവും ഇഷ്ടം ആ പോയി കാണിച്ചിട്ടുള്ള മണ്ടത്തരങ്ങൾ. അത് എല്ലായിടത്തും അത് തന്നെ. പക്ഷെ അവന് ഒരു ജീവിതത്തിൽ നമ്മളൊക്കെ ചിരിച്ചും കളിച്ചും നടക്കുന്ന സ്കിറ്റ് കളിക്കുമ്പോൾ കാണിക്കണ്ടെങ്കിലും പുറകോട്ടൊരു നോട്ടമുണ്ട് നമുക്ക് നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ തന്നെ. അങ്ങനെ ഒരു ചിന്തയില്ലായിരുന്നു സുധിക്ക്. മുന്നോട്ട് തന്നെ ആ ഒരു പോക്കായിരുന്നു. അത്
അവനാകെ ഒരു ദിവസം 300 രൂപയുടെ ചിലവൊക്കെ മാക്സിമം ഉള്ളൂ. പക്ഷെ ബാക്കി ഇന്ന് കാശ് മുഴുവനും ഇങ്ങനെ ഫാമിലിക്ക് വേണ്ടി കൊടുത്തു. സുചേട്ടനെ എവിടുന്നാ കിട്ടിയേ? എനിക്കാ ഞാൻ മനോരമ മത്സരിക്കാൻ ചെല്ലുമ്പോൾ 3 പേരുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അനൂപ് തന്നതാണ് സുധീനയും ജിഷോനും 2 പേരും. അങ്ങനെ ആ ടീം സെറ്റ് അത് ആ ടീം സെറ്റ് ആയതുകൊണ്ടാണ് സുധിച്ചേട്ടൻ ശരിക്കും പറഞ്ഞാല് എനിക്ക് തോന്നുന്നു ആ ഷോയിലൊക്കെ അത്രയും വന്ന് ഇപ്പോഴും ഓർമ്മയുണ്ട്. നമ്മുടെ സ്കിറ്റിനകത്തെ സംശയ സ്കിറ്റിനകത്ത് സുധിച്ചേട്ടന്റെ ലാസ്റ്റത്തെ ഒരു എൻട്രി ഉണ്ടല്ലോ, മറ്റേ സാധനമൊക്കെ കെട്ടിയിട്ട് സംശയമാണ്. അത് ചെയ്യുമ്പോഴും അവന് സംശയമോ അല്ല, അവനെ വളരെ നന്മയുള്ളവനാ. അവൻ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരാളുടെ കുറ്റം പറയുന്നുണ്ട്, ഒരാളുടെ കുറ്റം എൻ്റെ മുമ്പിൽ എന്ന് പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടില്ല ഇത്. നമ്മളോട് എന്നോടൊന്നും സുചേട്ടൻ എല്ലാവരും നല്ലതായിരുന്നു. പക്ഷെ അവനെ കുറ്റം പറയാൻ അവനെല്ലാം ഉണ്ടാക്കി വെക്കുകയും ചെയ്യും. അങ്ങനെ ഒരു കുഴപ്പമുള്ളൂ. എന്തെങ്കിലും എവിടെയെങ്കിലും ഒരു ചെയ്യുന്നൊരു സാധനം എടുത്തിട്ടുണ്ട് അവിടെ പ്രശ്നവും. അവൻ ആ കൊച്ചിന് വേണ്ടിയിട്ടേ, അവന് വേണ്ടിയിട്ടാണ് അവൻ്റെ ജീവിതം മുഴുവനും. പക്ഷെ അവന് ഇപ്പം മോനിപ്പോൾ അവൻ പഠിക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ പക്കയായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അച്ഛൻ്റെ ആഗ്രഹം പോലെ തന്നെ നന്നാവും. അല്ല, അവൻ നന്നായി വരും. കാരണം അവൻ എനിക്കറിയാലോ, നമ്മൾ എത്രയോ ഷോയില് സുചേട്ടൻ കൊച്ചുമായിട്ട് പിന്നെ നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട്. മിക്കവാറും നമ്മുടെ ഷൂട്ടിന് വരുമ്പോൾ അവനുണ്ടാവും. ഓൾമോസ്റ്റ് ഇവിടെ അവൻ ഇച്ചിരി മെച്ചൂർഡ്, ഒരു 7ാം ക്ലാസ് പഠിക്കുമ്പോഴൊക്കെ തോന്നുന്നു നമ്മളുടെ മത്സരമൊക്കെ നടക്കുന്നത്. അത് വെച്ചിട്ട് അവൻ ഭയങ്കര വലിയ കൊച്ചായി. പിന്നെ എൻ്റെ വൈഫ് എപ്പോഴും പറഞ്ഞല്ലേ, മക്കളെന്ന് വിളിക്കുള്ളൂ സുധി. അതെ എല്ലാവരും അതിങ്ങനെയല്ലേ, ഈ എന്നെ ഉൾപ്പെടെ മക്കളെന്ന് വിളിക്കുള്ളൂ. എവിടെടാ കുട്ടാ? എന്നെക്കാളും മൂത്താണ് സുധി. എന്നെ ചേട്ടാന്ന് വിളിക്കൂ, ഇങ്ങനെയൊന്നുമില്ല കേട്ടോ. അതെ, പേര് വിളിക്കുള്ളൂ. അല്ലല്ല, സാജപ്പൻ. സാജപ്പന്ന് വിളിക്കുള്ളൂ. സാജപ്പന്ന് വിളിച്ചോണ്ട് അവരെല്ലാരും അങ്ങനെ വിളിച്ചോണ്ട് സാജപ്പന്ന് വിളിച്ചോണ്ടിരുന്നത്. അങ്ങനെ പറഞ്ഞപ്പോഴേ വേറൊരു കാര്യമാണ്, നമ്മുടെ ബിഗ് ബോസില് ഞാനും സാജുവേട്ടനും മതിയായില്ലേ? അല്ല, എനിക്ക് മതിയായില്ല എന്നിട്ടല്ല, ബിഗ് ബോസിൽ ശരിക്കും ജോയിൻ ചെയ്യുന്ന സമയത്ത് ഞാനും സാജുവേട്ടനും മുട്ട അടിയാ ശരിക്കും അല്ലേ. ഞങ്ങൾ ബിഗ് ബോസിൽ ജോയിൻ ചെയ്തപ്പോൾ ശരിക്കും പ്രേക്ഷകരെ കാണാൻ വിചാരിച്ച് നമ്മളൊക്കെ എന്ത് പറഞ്ഞ് സെറ്റ് ചെയ്തിട്ട് വന്ന പോലെ ആയിരുന്നു. ഞാനും സാജുവേട്ടനും ഒരു വർഷമായിട്ട് മറ്റേ ഉച്ചക്കറ് വെച്ചോണ്ടിരിക്കുന്ന സമയം സാജുവേട്ടനല്ല, ഞാൻ UK വെച്ചിട്ട് എന്നോട് പറയാതെ പുറത്തു പോയെന്റെ പേര്. പറയാതെ ഒന്നും പോയതല്ല, പറഞ്ഞിട്ടൊക്കെ തന്നെ പോയത്. എനിക്ക് ഇഷ്ടപ്പെടാതെ പറഞ്ഞിട്ടൊക്കെ പോയത്, പുറത്തു പോയെന്ന് പറഞ്ഞിട്ട് എന്നെ തന്നെയാക്കി പോയെന്ന് പറഞ്ഞിട്ട്. അതെ, അങ്ങനെ 6-7 മാസം പ്രഗ്നന്റ് ആയിട്ടിരിക്കുമ്പോഴല്ലേ. അപ്പൊ നിന്നെ കൊണ്ട് എങ്ങനെ ഈ ട്രെയിനിലൊക്കെ പോകണം, അത് അവിടെ ഇരുന്നോളാൻ പറഞ്ഞിട്ട് അതും പറഞ്ഞ വഴക്കിട്ട് പോയത്. പക്ഷെ ആ വഴക്ക് കഴിഞ്ഞ് പിന്നെ നമ്മള് ബിഗ് ബോസ് വെച്ചാണ് മിണ്ടത്. അപ്പൊ എനിക്ക് ബിഗ് ബോസ് വെച്ച് കാണുമ്പോ ഈശ്വര പണ്ടത്തെ വല്ലോ പ്രതികാരം എൻ്റെ അടുത്ത് തീർക്കോ. പക്ഷെ ഞാൻ ആദ്യമേ സായിച്ചേട്ടനോട് ഞാൻ പറഞ്ഞു, സായിച്ചേട്ടനെ ഞാൻ നോമിനേറ്റ് ചെയ്യില്ല ഒരിക്കലും. പക്ഷെ സായിച്ചേട്ടനുണ്ടല്ലോ രണ്ടാമത്തെ ആഴ്ച ഞാൻ നോമിനേറ്റ് ചെയ്തു. അല്ല, ഞാൻ അപ്പോഴും പറഞ്ഞു ഞാൻ എൻ്റെ രീതിയിൽ കളിച്ചു പോകണം. അവിടെ നടന്ന അടി മുഴുവൻ എൻ്റെ ഭാഗത്തുനിന്ന് വന്നത് അറിയാമോ? ഇപ്പോഴെങ്കിലും മനസ്സിലാക്കൂ. ഞാനൊരു ദിവസം ബാത്റൂമിലേക്ക് പോകുന്ന സമയത്താണ് വീണയും ആര്യം കൂടി വന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് ഗോൾഡ് കിട്ടിയില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ ഗോൾഡ് കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എന്ത് ചെയ്ത്, അപ്പം തന്നെ അതിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ തട്ടിപ്പറിക്കുക പിടിച്ചു പറിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടല്ലോ. ഞാൻ ബാത്റൂമിൽ പോയി തിരിച്ചു വരുമ്പോൾ നിങ്ങൾ അടി നടത്തി കൂടാ. സത്യം. ഫുക്രു രാത്രി വിഷയം ഉണ്ടാക്കി. അങ്ങനെ ഫുക്രു ഓടി അവളുടെ മറ്റേ കപ്പ് കേക്കെന്ന് ഒളിച്ചു വെച്ചില്ലേ. അപ്പം എൻ്റെ അടുത്ത് അപ്പം നിങ്ങളുടെ കപ്പ് കേക്ക് എടുത്ത് ഒളിച്ചെങ്കിൽ അവരെ ചപ്പാത്തി അവിടെ ഇരിപ്പില്ലേ, നിങ്ങൾക്ക് എടുത്ത് ഒളിച്ചു വെക്കാൻ പാടില്ലെന്ന് ഞാൻ കിടന്ന് രാത്രി അടി. അങ്ങനെ ഓരോ ഏരിയ നോക്കിയോ. പിന്നെ ആ ക്യൂബ് തട്ടിയിട്ടില്ലേ എന്റെ ഇവിടെ കൊണ്ടില്ലേ, എനിക്കൊന്നും പറ്റിയില്ല. ഞാൻ എന്നിട്ട് പറഞ്ഞു ബിഗ് ബോസ് എനിക്ക് ആശുപത്രി പോകണം എന്നൊക്കെ പറഞ്ഞ് പോയി തിരിച്ചു വന്ന് എൻ്റെ ഗോൾഡ് അവിടെ ഇരിക്കുകയല്ലേ. അല്ലെ നിങ്ങളിരുന്ന പോലെ ഞാൻ ഉറക്കം നിൽക്കണ്ടേ. അപ്പം നിങ്ങളെന്താ പറഞ്ഞത്, സായിച്ചെന്ന് വയ്യാത്താണ് അതാരും എടുക്കരുതെന്ന് പറഞ്ഞു. ഞാൻ പോയി ബെഡിൽ പോയി കിടന്നിറങ്ങി. എന്നെ ജയിലിൽ കയറ്റുമെന്ന് പറഞ്ഞില്ല അവർ. അന്നാണ് ബിഗ് ബോസ് എനിക്ക് പേഴ്സണലായിട്ട് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി പറഞ്ഞു ബിഗ് ബോസ് എനിക്ക് ഇങ്ങനെ വയ്യായി. അതിനെന്താ അല്ല, എന്നാലും ഇത് ഭയങ്കര എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള സാധനമല്ല. അവർ കേട്ടാ എന്ത് വെച്ചായിരിക്കും ആരെയൊക്കെ. ഞാൻ ബിഗ് ബോസിനോട് തന്നെ പറഞ്ഞു എനിക്ക് ആശുപത്രി പോകണമെന്ന് പറഞ്ഞ് അവിടെ തിരിച്ചു എനിക്ക്. അപ്പൊ നിങ്ങൾക്ക് എന്തോ വലിയ പ്രശ്നമാന്നൊക്കെ പറഞ്ഞു. അതാ പറഞ്ഞത്, എനിക്കൊക്കെ മെന്റലി ഞാൻ ഡൗൺ ആയിട്ട് ഞാൻ എന്ത് കരച്ചിലായിരുന്നു. ഞാൻ കാരണം സാധിച്ചിട്ട് ഞാൻ എന്നിട്ട് പോയി അവരെന്നാ റൂമിൽ കൊണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഇത് ഇവിടുത്തെ സംഭവം കഴിഞ്ഞിട്ട് എനിക്ക് ഏകദേശം റൂട്ട് ബിഗ് ബോസ് എനിക്ക് തിരിച്ചു വരണമെന്ന് പറഞ്ഞു. തിരിച്ചു വന്നപ്പോഴാണ് നിങ്ങൾ ജയിലിൽ പോയിട്ട് വന്നത്. ഞാനൊക്കെ 2 വട്ടം ഇതിൻ്റെ പേരിലൊക്കെ എന്നെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. സാജുവേട്ടനെ എന്നെ ഇത് നോക്കാതെ ഞാൻ എന്തോ ചേട്ടനെ മനഃപൂർവ്വം ചെയ്തല്ലോ. അന്ന് എനിക്ക് എന്ത് സ്ട്രെസ് ആയിരുന്നറിയോ. ഒന്നാമത് ആ സമയത്തൊക്കെ ഞാൻ സ്ട്രെസ്സിൻ്റെ മരുന്ന് ഉൾപ്പെടെ എടുക്കുന്ന സമയം. അതിൻ്റെ കൂടെ ട്യൂബ് വീണൊക്കെ കറക്റ്റാന്നേ. അതല്ലേ വീട് ഭയങ്കര വേദനയായിരുന്നു. ആണോ? അല്ല, പക്ഷെ നമ്മൾ വിചാരിച്ചിട്ട് ചേട്ടന് ഭയങ്കര എന്തല്ലോ ചേട്ടനെ സ്കാൻ ചെയ്തു എന്നൊക്കെ പറഞ്ഞു. സ്കാൻ ചെയ്തോ? പക്ഷെ ഈ ഒടിവിനായതുകൊണ്ടേ
പെട്ടെന്ന് പിന്നെ നമുക്ക് നടക്കാൻ പ്രയാസമില്ല, അതിൽ പിന്നെ ഓടാനൊന്നും പറ്റില്ലല്ലോ. ഇതിപ്പോ ഞാൻ ചുമ്മാ തമാശ പറഞ്ഞാട്ടോ, ബാക്കിയുള്ളതൊക്കെ. ആണോ? സത്യം ഇല്ലില്ല, ക്യൂബ് കൊണ്ടത് വേദന എടുത്തായിരുന്നു. അല്ല അതല്ല, അതിന് മുന്നേ പറഞ്ഞതൊക്കെ സത്യമോ തമാശയോ? അടി ഉണ്ടായതൊക്കെ അതൊക്കെ ഞാൻ പറഞ്ഞിട്ട് പോയതല്ലേ. സത്യമാണ്. പിന്നെ ഓക്കെ ഓക്കെ, ഇതൊക്കെ എല്ലാവരും കാണും. ഈശ്വര, ആ പഴയ വീഡിയോ ഒക്കെ ആയിട്ട് ഇനി ക്ലിപ്പ് ഇറങ്ങും, നോക്കിക്കോ. ഇതൊക്കെ ഒരു ഗെയിം. അല്ല ശരിക്കും പറഞ്ഞ ഗെയിമാ. ഈ പണ്ടെന്ന് വെച്ചാലേ നമ്മുടെ ലൈവ് പോലും ഇല്ലായിരുന്നു, ഓർമ്മയുണ്ടോ? ലൈവ് ഉണ്ടായിരുന്ന കുറെ ഒക്കെ എന്തെങ്കിലുമൊക്കെ ഇതെന്താ കിടന്ന ഒരു സംഭവം. ഒരു ഫുട്ബോൾ മത്സരം നടക്കുന്നു, അതിനകത്ത് റൊണാൾഡോ ഫൗൾ ചെയ്ത് റെഡ് കാർഡ് കാണിച്ച് പുറത്തു പോയി. അടുത്ത കളി വരുമ്പോൾ റൊണാൾഡോനെ വരുമ്പോൾ എല്ലാവരും കൂവുകയാണ്, അവൻ്റെ കളി കാണുമോ? അതുള്ളൂ. ഇത് ആ സ്പിരിറ്റിലെടുത്താൽ മതി. എൻ്റെ ലൈഫിലൊന്നും പിന്നെ അതുകൊണ്ട് ഇങ്ങനെ അങ്ങനെയൊന്നൊരു സാധനമൊന്നും ഇല്ല. ഞാൻ പറഞ്ഞത് നമ്മളിപ്പോൾ ആലോചിക്കുമ്പോഴേ അമ്പട അപ്പൊ ഇത് ചേട്ടാ അതായിട്ട് കണക്ട് ചെയ്ത് നോക്കിയേ. ശരിയാണ് ശരിയാണ്. ചുമ്മാ വഴക്കൊണ്ടാക്കി കയറി ചെയ്തില്ലേ, ഒരു കാര്യമില്ലാതെ അഭിനയിപ്പിച്ചിട്ട്. അതാ പറഞ്ഞത്. പറയാനുള്ള കാര്യം നമ്മൾ തുറന്നു പറയാം. അതിന് പ്രാങ്ക് ചെയ്തിട്ട് നല്ല ചീത്താങ്ങ പറഞ്ഞു, ഇത് തമാശയാണെന്നുള്ള രീതിയിൽ അങ്ങ് പറഞ്ഞു. പറയാനുള്ളതൊക്കെ പറഞ്ഞ് വിഷമം തീർത്ത്. ഇപ്പോഴത്തെ ബിഗ് ബോസ് കാണാറുണ്ട് ചേട്ടാ? ഞാൻ ഇടയ്ക്ക് കാണാറുണ്ട്. ആരും ഏറ്റവും ഇഷ്ടം? അങ്ങനെ പറയാൻ പാടില്ല. പക്ഷെ അനീഷ് നല്ല അനീഷ്. പിന്നെ മറ്റേ സീരിയലിലെ എന്താ ഷാനവാസ്. മെച്ചുവേർഡ് ആയിട്ടുള്ള 3-4 പേരുണ്ട്. പക്ഷെ ഇപ്പം ഇവർക്ക് കൊടുക്കുന്ന ഗെയിമൊക്കെ ഭയങ്കര സിമ്പിൾ ആണെന്ന് തോന്നിയിട്ടില്ല? ഏത് സിമ്പിൾ? ആ ഹോട്ടൽ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനല്ല, അല്ലേ മറ്റേ വലിയ ഹെവി ടാസ്ക് നമ്മളൊക്കെ ചെന്ന പോലെ നമ്മൾ മറ്റേ ആരോഗ്യം വെച്ച് കളിച്ചോണ്ടിരുന്ന എടുത്തെറിയ എന്തെല്ലായിരുന്നു. പക്ഷെ അത്രയും വലിയ സാധനമൊന്നും കണ്ടില്ല ഞാനിതില്. ശിവട്ടം മറ്റേ 7ന്റെ പണി ഉണ്ടായിരുന്നു. അല്ല, ഞാൻ ബിഗ് ബോസ് കാണാറുണ്ട്, പക്ഷെ സ്ഥിരം അല്ലെങ്കിലും മാക്സിമം. എനിക്ക് വീട്ടിൽ TV ഇല്ല, ഞാൻ TV ഉപയോഗിക്കാറില്ല. TV ഇല്ല. TV ഉണ്ടായിരുന്നല്ലോ. അത് ഞാൻ കൊടുത്തു ഒരാൾക്ക്. ഞാൻ അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്തപ്പോൾ കൊണ്ടുകൊള്ളാൻ പറഞ്ഞു, ഷിഫ്റ്റ് ചെയ്യാൻ പറഞ്ഞ ചേട്ടൻ കൊടുത്തു. മറ്റേ അവിടുത്തെ ഒരു വീടുണ്ടായിരുന്നില്ലേ? അല്ല, TV വാങ്ങാൻ. അല്ല, അത് മനസ്സിലായി എനിക്ക്. നമ്മുടെ മറ്റേ ഒരുപാട് മൃഗങ്ങളൊക്കെ ഉണ്ടായിരുന്ന വീട്, അതെല്ലാം കൊടുത്തല്ലേ? അതെല്ലാം കൊടുത്തു. അതെന്താ പെട്ടെന്ന് ഒരു തീരുമാനം, എല്ലാത്തിനും നോക്കണ്ട അല്ലെങ്കിൽ ഫ്ലാറ്റിലേക്ക് മാറണോണ്ട് ഫ്ലാറ്റിലേക്ക് മാറി. അപ്പൊ ആ വീട്ടിലാരും ഇല്ല ഇപ്പൊ? അല്ല, അത് വീട് കൊടുത്തായിരുന്നല്ലോ. ആർക്ക്? വീടൊക്കെ വിറ്റ്. അത് കഴിഞ്ഞിട്ടല്ലേ ഇങ്ങോട്ട് ഫ്ലാറ്റിലേക്ക് മാറി. ഇനി വീട് വെക്കണം ഉറപ്പായിട്ട്. വേഗം തന്നെ വീട് വെക്കണം. ഇന്റർവ്യൂ കഴിഞ്ഞ് ഇതുമെന്ന് കിട്ടുന്ന സമ്പാദ്യം കൊണ്ട് വേണം വീട് വെക്കാൻ. എന്നെ ഒന്ന് കുത്തിയതോ? അല്ല, സാജേട്ടൻ നമ്മളൊക്കെ ഉള്ള സമയത്തും എനിക്ക് ഓർമ്മയുണ്ട്, നമ്മൾ എന്താ പറയുക, എന്ത് ഇപ്പം ബർത്ത്ഡേ വന്നാലും ആനിവേഴ്സറി വന്നാലും നിങ്ങൾ ഒരു ബർത്ത്ഡേയുടെ കാര്യം പ്രത്യേകിച്ച് പറയാനുണ്ട്. എൻ്റെ ഏത് വർഷത്തെ ബർത്ത്ഡേ ആണ്? കോവിഡ് കൊണ്ടുപിടിച്ചിരിക്കുന്ന സമയത്താണ് എൻ്റെ ബർത്ത്ഡേ. അന്ന് വീണ, ആര്യ, പ്രദീപ് എല്ലാവരും കൂടി സർപ്രൈസായിട്ട് രാത്രി കേക്ക് കൊണ്ടുവന്ന് എന്നെ ഹഗ് ചെയ്ത് കേക്ക് കട്ട് ചെയ്തിട്ട് പോയി. പിറ്റേ ദിവസം രാവിലെ ഞാൻ വിളിച്ച്, എനിക്ക് കോവിഡാണേ, എല്ലാവരും കയറിക്കോളാൻ പറഞ്ഞു. എല്ലാവരും ക്വാറന്റൈനിൽ. അത് മറക്കാൻ പറ്റാത്തൊരു സർപ്രൈസ് ആയിപ്പോയി. ഒരു മോനുണ്ടല്ലോ, അമ്പാടിക്ക് മാത്രമൊന്നും പറ്റിയില്ല. കൊച്ചിന് വന്നില്ല. അമ്പാടി കോവിഡ് വന്നു. ഞങ്ങൾക്ക് പ്രദീപേട്ടനെ പറ്റുമെന്ന് നമുക്കാർക്കും. നമ്മളൊക്കെ പിന്നെ വീട്ടിൽ തന്നെ ഇരുന്ന് പുറത്തിറങ്ങിയില്ല. കാരണം അന്നേരം ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നല്ലോ. സ്ട്രിക്റ്റ് ആയിരുന്നു അന്ന്. ആ സമയത്താണ് കേക്കും കൊണ്ടുവന്നിരുന്നത്. അപ്പൊ കേക്കിനകത്ത് എന്താ, ഞങ്ങൾ ഈ പെറ്റ്സ് ഉള്ളതുകൊണ്ട് പട്ടി, പൂച്ച അങ്ങനെ എല്ലാം ഭയങ്കര ഭംഗിയുള്ള ഒരു കേക്ക്. അത് ആര് ചെയ്തു തന്നത്? അതും കൊളാബാണോ? ക്യൂട്ടിപ്പൈ. അല്ല, പൈസ 7,000 രൂപ. 7,000 രൂപയുടെ കേക്ക് കണ്ടാ മുറിക്കാൻ തോന്നൂലായിരുന്നു. അത് മൃഗങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ട്. നിങ്ങൾ ഭയങ്കര പെറ്റ് ലവർ ആയിരുന്നല്ലോ, ഒരുപാട് പെറ്റ്സ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പെട്ടെന്നല്ലേ എല്ലാത്തിനെയും കൊടുത്തത്. ഞാനവിടെ വരുമ്പോ കുതിരയും 2 കുതിര ഉണ്ടായിരുന്നു, ഇഗ്വാന ഉണ്ടായിരുന്നു. ഒന്നുമില്ല ഇപ്പൊ ഒരു ഡോഗ് ഉണ്ട്, ഷിറ്റ്സു മാത്രം. കുണുക്കിന്ന പേര്. കുണുക്കിയോ? ആ കൊണ്ടുവന്നപ്പോ ഇങ്ങനെ കുണുങ്ങി നടക്കുള്ളൂ. അപ്പൊ അപ്പിട്ട പേര്. എത്രയുണ്ട് പ്രായം? ആളിപ്പോ ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്നു. ആണോ? പപ്പീസായിട്ട് കിടക്കുന്നു. എത്ര പേര്? ഇപ്പൊ 3 പപ്പിയുണ്ട്. 2 കൊണ്ടുപോയി. ആണോ? അപ്പൊ ഇനിയും കൊടുക്കത്തില്ലല്ലോ. അല്ല, 3 പേരെ കൊടുക്കും. കൊടുക്കുമ്പോ എന്നോടൊന്ന് പറയണേ. അപ്പുറം ഉണ്ട് എന്റെ ഫ്ലാറ്റ്, ഞങ്ങൾ അങ്ങോട്ട് എത്തുന്നതായിരിക്കും. ഞാൻ അത് കേൾക്കുകയും ചെയ്തു. ചേട്ടനിലുണ്ടായിരുന്ന എല്ലാ മൃഗങ്ങളെയും ചുമ്മാ എല്ലാവർക്കും കൊടുത്തു. എല്ലാം ഫ്രീ ആയിട്ട് കൊടുത്തു. ഞാനത് കേട്ടു. ഇത്രയും കുതിര 2 അങ്ങനെ കുതിരനെ കൊടുത്തിട്ട് ഞങ്ങൾ അടിമാലിലുള്ളൊരു പയ്യൻ, അവന് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങളുടെ വ്ളോഗ് കാണലും. ഇങ്ങനെയൊക്കെ വന്നപ്പോൾ ഒരു ദിവസം പറഞ്ഞു, ചേട്ടാ ഞാൻ നിങ്ങളുടെ ജോലിക്ക് കിട്ടിയെന്ന് പറഞ്ഞു. ഇതിങ്ങളുടെ കാട്ടം കോരാനൊക്കെ ആയിട്ടേ. ഞാൻ നീ ഇതുവരെ പഠിച്ചിട്ടുണ്ട്? ഞാൻ BA. നിൽക്കൊന്നും വേണ്ട, ഇതിപ്പോൾ നിനക്കൊന്നും ഇഷ്ടമാണ്, നീ എന്തെങ്കിലും ജോലി നോക്കാൻ പറഞ്ഞു. എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞു. ഇവന് അവിടെ നിന്ന് 2 വീലറിന് വന്ന് വീട്ടിൽ വന്ന് ഞാൻ ഭക്ഷണം കൊടുത്തപ്പോൾ ഈ കൈ അനക്കണില്ല. അപ്പോൾ എന്തോ പറ്റി ചേട്ടാ, വണ്ടിയിൽ നിന്ന് വീണാൽ നോക്കുമ്പോൾ ഇങ്ങനെ ബൾജ് ചെയ്ത് നിൽക്കുകയെ.
രാവിലെ കൊണ്ടുപോയി എക്സ്റേ എടുത്ത് കഴിഞ്ഞപ്പോൾ ഒടിഞ്ഞിട്ടുണ്ട്. പിന്നെ പ്ലാസ്റ്റർ ഇടിച്ചിട്ട് ഇവിടുന്ന് കാറ് വിളിച്ച് ഞാൻ അവനെ വീട്ടിൽ വിട്ടു. അത്രയ്ക്ക് ഇവന് ഇഷ്ടം ഇതിനോട്. കുതിരനെ കൊടുത്തവന്, കുതിരനെ കൊടുത്തിട്ട് വൈറ്റ് ഉണ്ടായിരുന്നു അവന് കൊടുത്തു. ഇത് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞപ്പോൾ ലാഭ് ഞങ്ങൾ ഈ 2 വർഷം മുന്നേ ഒരു സ്ഥലത്ത് ബീച്ചിൽ ചെല്ലുമ്പോൾ ആ ബീച്ചിൽ നടക്കണ ഒരു കുതിര ആൾക്കാർക്ക് റൈഡ്. അപ്പം ഞാൻ പറഞ്ഞ് ഇത് ഞങ്ങളുടെ റാണീനെ പോലെ ഇരിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പം അവർ പറയാം നിങ്ങളുടെ റാണിയാണെന്നത്. ഇവിടെയൊക്കെ കുഴിച്ചിട്ട് ഇങ്ങനെ രശ്മി കടപ്പുറത്തിരുന്നൊരു കരച്ചിൽ തുടങ്ങി. കൊടുത്തു വിട്ടവനെ പ്രാകണ എന്തൊക്കെയാ മിണ്ടാണ്ടി. അത് പ്രഗ്നന്റും കുതിര. അപ്പൊ അവര് പറഞ്ഞു പ്രഗ്നന്റ് ആകുമ്പോൾ ഇങ്ങനെ റൈഡ് ചെയ്യുന്നത് നല്ലതെന്ന് പറഞ്ഞു. പക്ഷെ എന്നാലും രശ്മി കുറെ നേരം ഇതിന്റെ അടുത്ത് പോയിരുന്ന് കരയു വന്നേ. അല്ല രശ്മി ചേച്ചി അതെ ചേച്ചി ആയാലും ചേട്ടനായാലും എല്ലാവരോടും ഭയങ്കര കരുണയുള്ളതാണ്. നോർമലി ആൾക്കാരെ പോലെ അല്ല നിങ്ങൾ. ഇപ്പോൾ ഒരാവശ്യത്തിന് ആര് വിളിച്ചാലും എനിക്ക് പേഴ്സണലി അറിയാം ചേട്ടൻ്റെ കൂടെയുള്ള ആൾക്കാരെ സെറ്റിലാക്കി. ചേട്ടൻ്റെ ഒരു ലൈഫ് സ്റ്റൈൽ അങ്ങനെയാണ്. ചേട്ടൻ്റെ ചുറ്റും നിൽക്കുന്ന ആൾക്കാർ എപ്പോഴും നന്നായിട്ട് നിൽക്കണം. അത് എല്ലാവർക്കും ഉള്ള ഒരു എന്താ പറയുക, എല്ലാവരും അങ്ങനെ അല്ല ഇന്നത്തെ കാലത്ത്. എല്ലാവരും ഭയങ്കര സ്വാർത്ഥ താല്പര്യത്തിൽ ജീവിക്കുമ്പോൾ ഓരോരുത്തരുടെ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ എന്നാലും ഞാൻ അതിനെപ്പറ്റി ഏട്ടനോട് ചോദിച്ചിട്ടുമില്ല. എല്ലാം കൊടുത്തിട്ട് ഒരു ഫാമിലിയുടെ കാര്യങ്ങളെല്ലാം ഒരു ക്യാൻസറിൻ്റെ ഒരു സംഭവം അല്ല. ഓക്കെ അല്ല ഞാൻ പറയണം അതിനെപ്പറ്റി പറയണ്ട ഏട്ടൻ. അങ്ങനെ ചെയ്യുന്നു. എന്ത് ബർത്ത്ഡേ വന്നാലും ആനിവേഴ്സറി വന്നാലും എല്ലാം പോകുന്നത് ഇങ്ങനെയുള്ള അനാഥരായിട്ടുള്ള ആൾക്കാരുടെ. അതെ അതെ അത് ഒരു വട്ടം നമ്മൾ നമുക്കെന്നാട്ടെ അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ അവിടെ ഇപ്പം അമ്മമാർ വിളിച്ചിട്ടുണ്ടായിരുന്നു ക്രിസ്മസിന് ഞാൻ ചെല്ലാന്നാണ് പറഞ്ഞേക്കണത്. അപ്പം അതിനു മുമ്പ് ഒരു ദിവസം ചെന്നിട്ട് അമ്മമാർക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. അതുപോലെ 3-4 സ്ഥലമുണ്ട്. അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് പോരുമ്പോൾ ഒരു വല്ലാത്ത വൈബാണ്. ഭയങ്കര ഉഷാറാണ് നമ്മൾ അവരിവിടെ കുറേ ഇരുന്ന് രസിച്ചിട്ട് പോരുമ്പോൾ. ആൾക്കാരല്ലേ വെറുതെ ഉണ്ട് വീട്ടിൽ നിന്ന് അല്ലേ, അച്ഛനും വീട്ടുകാരൊക്കെ ഉള്ളവരായിരിക്കും പലരും. ഞാൻ അതാ പറഞ്ഞത്, ഞാൻ ഇനി ഒരു വീട് വെക്കുമ്പോഴത്തേക്ക് എൻ്റെ ഏറ്റവും വലിയ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ ഞങ്ങൾ 2 പേരും ഫുള്ള് പെറ്റ്സും പിന്നെ നമുക്ക് നോക്കാൻ പറ്റുന്ന ഒരു 5-8 അച്ഛനമ്മമാരും കൂടി അവരെ കൂടി കൂട്ടിയിട്ട് അങ്ങനെ അവർക്ക് നടക്കാനും ഇരിക്കാനും കിളികളെ ഫീഡ് ചെയ്യിക്കാനും അവരുടെ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടുള്ള ആ രീതിയിലൊരു വീട്. ഞങ്ങൾക്ക് അതിനകത്തൊരു കുഞ്ഞു മുറി ആ ഒരു സെറ്റപ്പിൽ അവരുടെ ഭക്ഷണം കൊടുക്കുക, കഴിക്കുക, അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക, ഫുള്ള് നെറ്റിട്ട് ഫുട്ബോൾ കോർട്ടില്ലേ ടർഫ്, വീടിന് ചുറ്റും അങ്ങനെ ടർഫാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ എല്ലാത്തിനും അഴിച്ചു വിടും കിളികളെയൊക്കെ. അങ്ങനെ ഒരു സെറ്റപ്പാണ് ഞാൻ അടുത്ത് ചെയ്യാൻ പോകുന്നത്. ഇതാണോ ഏറ്റവും വലിയ ആഗ്രഹം? ഇതാണ് ഏറ്റവും വലിയ ആഗ്രഹം, ലൈഫിൽ ഏറ്റവും വലിയ ആഗ്രഹം. ഇങ്ങനെ ആ വീട് വെച്ചിട്ട് ഒരു 10 അച്ഛനമ്മമാര് അവരെ നോക്കുക, അവരുടെ കൂടെ നടക്കുക. ഇതാണല്ലേ ശരിക്കും പാഷാണശാജി. ഇതാണ് നിങ്ങളുടെ ക്യാരക്ടർ പാഷാണശാജിയുടെ. ഇത് എൻ്റെ വൈഫിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. ഇപ്പം വൈഫ് ഇങ്ങനെ ഇടയ്ക്ക് പറയും ചേട്ടായി ഇല്ലാണ്ടാക്കി ഞാൻ ചുറ്റൂട്ടാ, ഞാൻ എവിടെയെങ്കിലും പോയി നിൽക്കേണ്ടി വരും അങ്ങനെയൊക്കെ പറയും. അപ്പോൾ സാജേട്ടനോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. കാരണം ചേച്ചി നിങ്ങൾ വരുന്ന സമയത്ത് അങ്ങനെ നിന്ന് എൻ്റെ കറക്റ്റ് പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്. ഒരു ബക്കറ്റും ഇതുമായിട്ട് ഒരു കപ്പും ഒരു പായ 2 തലയാണ് അങ്ങനെ തുടങ്ങിയിട്ടാണ് നിങ്ങൾ. കാരണം അങ്ങനെ ഒന്നും ഇല്ലാതിരുന്ന സാജുവേട്ടൻ്റെ അടുത്ത് ഡാൻസ് ടീച്ചറായിട്ട് നിങ്ങൾ ഒരുമിച്ച് ഡാൻസ് ടീച്ചേഴ്സായിട്ട് ഈ കഥകൾ മുഴുവൻ നമ്മുടെ യാത്രകൾ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ അങ്ങനത്തെ ഒരു സ്ഥലത്തുനിന്ന് ചേച്ചിക്ക് വേണ്ടിയിട്ടൊരു വീട് വെക്കണം പറഞ്ഞിട്ടാണ് ആ വീട് വെച്ചത്. അതെ അതെ. കാരണം എനിക്ക് എന്തെങ്കിലും പറ്റിയ എൻ്റെ 15 വർഷം വാടക വെച്ചിട്ടാണ് അത് വെച്ചത്. ഇതൊക്കെ നമ്മളുമായിട്ട് സംസാരിച്ച സമയത്ത് യാത്രയിലൊക്കെ ചേച്ചിയെ പറ്റി പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ട് ഈ വീട് ഞാൻ അതെ ചേച്ചി ഈ വീട് ഞാൻ വെച്ചേക്കുന്നത് എനിക്ക് എന്തെങ്കിലും പറ്റുമല്ലോ, അവള് എവിടെ ഇറങ്ങിപ്പോകരുത്, അവള് വേറെ എവിടെയും പോയി ബുദ്ധിമുട്ടില്ല. അപ്പം അതാണ് ഇനിയിപ്പോൾ എന്താ ഞാൻ നമുക്കെന്തെങ്കിലും പറ്റിയാലും കൂടെ ഇത്ര ആൾക്കാരുണ്ടാവും. പിന്നെ അല്ല എൻ്റെ വീട്ടുകാരും വൈഫിൻ്റെ വീട്ടുകാരൊക്കെ പൂർണ്ണ സപ്പോർട്ടല്ലേ. പിന്നെ എല്ലാ ദിവസവും ഫോൺ ചെയ്യും, എല്ലാ ദിവസവും സംസാരിക്കും വീട്ടുകാർ തമ്മിൽ. അതൊക്കെ തന്നെ എനിക്ക് ഭയങ്കര ധൈര്യമല്ലേ. പിന്നെ ഉറപ്പായിട്ടും ഫാമിലിയുടെ സപ്പോർട്ട് ഒരു വലിയ സപ്പോർട്ട് തന്നെ. പിന്നെ ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നതിൽ ഒരാളുടെ നിന്ന് വാങ്ങിച്ചിട്ട് നമ്മൾ ചാരിറ്റി ചെയ്തിട്ടൊന്നും കാര്യമില്ല. നമുക്ക് കിട്ടുന്നതിനൊരു വിഹിതം കൊടുക്കുക. അങ്ങനെ നോക്കുമ്പോൾ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവും. അങ്ങനെ ഇത്രയും വലിയൊരു വീട് അതല്ല ഇതിലും വലിയതല്ലേ നമ്മൾ വെക്കാൻ പോണത്. അല്ല ഇതിലും വലിയ ഇപ്പൊ ചേട്ടൻ ചിന്തിക്കുന്ന പോലെ അത്രയും വലിയൊരു വീട് അതിനകത്ത് ഈ പറഞ്ഞ അങ്ങനെ അച്ഛനമ്മമാരെ കിട്ടല്ലേ എന്നാണ് പ്രാർത്ഥന. പക്ഷെ അങ്ങനത്തെ ആൾക്കാർ അല്ല അങ്ങനെ ഒരിക്കലും അച്ഛനമ്മമാരെ ഞങ്ങൾക്ക് 10 പേരെ കിട്ടല്ലേ എന്നാ പ്രാർത്ഥന. പക്ഷെ കിട്ടിയാൽ ഞങ്ങൾ സന്തോഷമായിട്ട് കൊണ്ടുനടക്കും. അത് നമ്മുടെ അച്ഛനും അമ്മക്കും കൊടുക്കാം. ബാക്കിയുള്ള ആ സ്നേഹമെല്ലാം അവർക്ക് കൊടുക്കുക, അവരുടെ കൂടെ ജീവിക്കുക, അവരുടെ കാര്യങ്ങളെല്ലാം അടിപൊളിയായിട്ട്. നമ്മൾ എല്ലാവരും പറയും മക്കളോട് മര്യാദ പഠിപ്പിക്കാൻ നോക്കും. നമ്മൾ നമ്മുടെ അച്ഛനും അമ്മേനെ അനുസരിച്ചിട്ടുണ്ടോ?
അതിലിപ്പോൾ അനുസരിച്ച് എന്താ പറയുക, ചെറിയ പ്രായത്തിലൊക്കെ നമ്മൾ പറയുമ്പോൾ കേൾക്കില്ല. ഞാനൊക്കെ അച്ഛൻ്റെ ചെണ്ടായിരുന്നു, എന്ന് വെച്ചാൽ തല്ലി കുരുത്തക്കേടിൻ്റെ ആളായിരുന്നു ഞാൻ. എന്ത് കുരുത്തക്കേട് കാണിച്ചാലും അപ്പം തന്നെ പ്രിൻസിപ്പൾ സ്കൂളിൽ നിന്ന് നോക്കിയ വീട് കാണാം, തങ്കപ്പനെ വിളിയെന്ന് പറഞ്ഞു. ഇതേ അച്ഛനെ അവിടെ നിന്ന് വടിയും പറ്റി ഞാനെന്നറിയാം. എനിക്ക് തോന്നുന്നു അവിടുത്തെ സാർമാരൊക്കെ തല്ലാൻ പഠിച്ച അച്ഛൻ്റെ ഈ തല്ല് കണ്ടിട്ടെന്ന് തോന്നുന്നു, സ്കൂളിൽ വന്നല്ലോ. പാഷാണ ഷാജി എന്ന് പറയുന്ന സാജു നവോദയ, അങ്ങനെ ഒരാളെ പറ്റി ഒരു വാക്കിൽ പറഞ്ഞ ചേട്ടൻ എന്ത് പറയും? അങ്ങനെ പറയാൻ പറ്റില്ല, ഞാനാ അത്രേ ഉള്ളൂ. എന്നാലും ഒരു വാക്കിൽ ഇപ്പം ഞാൻ ഭയങ്കര സോഫ്റ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള അങ്ങനെ പറയുന്ന പോലെ എന്ത് പറയാൻ പറ്റും? അങ്ങനെ സോഫ്റ്റ് ഒന്നും അല്ലല്ലോ. ദേഷ്യം വന്നാലും കണ്ടിട്ടില്ലേ? എൻ്റെ ദേഷ്യം കണ്ടിട്ടില്ലേ? ഞാൻ കണ്ടിട്ടുണ്ട്. ദേഷ്യം വന്നാൽ എന്താണെന്ന് എനിക്കറിയാം നന്നായിട്ട്. പക്ഷെ എനിക്ക് മാക്സിമം 2 മിനിറ്റ്. പക്ഷെ വരുന്ന ദേഷ്യം ഭയങ്കരമാണ്. ആ ദേഷ്യം കൊണ്ട് എന്തെങ്കിലും ലൈഫിൽ പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ കേട്ടോ? സുഹൃത്തുക്കൾക്കായിട്ട് ഇടയിൽ നമുക്ക് പണ്ടൊക്കെ വീട്ടുകാർ ചേട്ടന്മാരോടൊക്കെ ഇതുപോലെ ദേഷ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ നമുക്ക് ലൈഫിൽ അത് വലിയ പ്രശ്നമായിരുന്നു. കാരണം എൻ്റെ കുരുത്തക്കേട് തന്നെ അവർ വഴക്ക് പറയണത്. പക്ഷെ അതിപ്പോൾ ആലോചിക്കുമ്പോൾ ഞാൻ അതിൻ്റെ തിരിച്ചരട്ട് കൊടുക്കുന്നുണ്ട്, സ്നേഹം. ഓക്കെ ഓക്കെ. ലൈഫിൽ റിഗ്രറ്റ് തോന്നിയിട്ടുണ്ടോ? സിഗരറ്റ് അല്ല, റിഗ്രറ്റ്. അയ്യോ നമ്മൾ ചെയ്തത് തെറ്റായിപ്പോയി. ഒരുപാട് സ്ഥലത്ത് തോന്നിയിട്ടുണ്ട് ലൈഫിൽ. ഞാൻ മാപ്പും പറഞ്ഞിട്ടുണ്ട്. ആണല്ലേ? പിന്നെ അങ്ങനെ ഇപ്പം ഞങ്ങൾ ഇവിടെ ക്രിക്കറ്റ് കളിക്കാനായിട്ട് അസോസിയേഷൻ ഉണ്ട്. അവിടെ ഒരു ടീമിൻ്റെ ഒരു കോച്ചുണ്ട്, ഒരു പയ്യനുണ്ട്, അമ്പാടി, അങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഈ ചെക്കനെ എനിക്ക് കാണുന്നതേ ദേഷ്യമോ, അവൻ എന്നോടൊന്നും ചെയ്തിട്ടില്ല. ഇവൻ അവിടെ കിടന്ന് ഒച്ച ഉണ്ടാക്കുമ്പോഴേക്ക് ഇവനെ ഞാൻ അങ്ങനെ മിണ്ടുമില്ലായിരുന്നു. ഇത് കേൾക്ക്. എന്നിട്ട് ഞാൻ ഒരു ദിവസം ഇവൻ വേറൊരു കാര്യത്തിൽ ഇവനായിട്ട് ബന്ധപ്പെട്ട് വന്നു കഴിഞ്ഞപ്പോൾ എന്താണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ ചെന്നിട്ട് പറഞ്ഞു, എടാ മോനെ, ഇത്ര നാൾ എനിക്ക് ഇങ്ങനെയായിരുന്നു, നീ എന്നോട് ക്ഷമിക്കണം, സോറി. കാരണം നീ എൻ്റെ ഒത്തിരി ഇളയതാ, പക്ഷെ തെറ്റ് എൻ്റെ ഭാഗത്തു നിന്ന് മനസ്സിലായിട്ട് സോറി പറയാമെന്ന് പറഞ്ഞു. ഇപ്പം അവൻ നല്ല കൂട്ടാ എന്നോട്. ക്രിക്കറ്റ് കളിയുടെ ഒരു സംഭവം ഉണ്ടല്ലോ, ഒരു ഇഷ്ടം, ഒരു ത്വര, അതുണ്ട് ചേട്ടന്. നമുക്കിപ്പോ കുറച്ച് കാലം ഭ്രാന്താണ്, സിനിമയും കൂടെ കളഞ്ഞിട്ട് ഞാൻ പോയതാ. പണ്ട് മുതലേ ക്രിക്കറ്റിനോട് ഇത്രയും ഭ്രാന്ത് ഉണ്ടായിരുന്നു. ഇത് കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ഇതൊരു പണിക്കൊന്നും പോകില്ല, ഞാൻ ക്രിക്കറ്റ് കളിക്കാൻ പോകും. അന്നേരം രശ്മി ജേഴ്സി പൊതിഞ്ഞു കൊണ്ടുവന്ന് വെയിലിയുടെ പുറത്ത് വെച്ച് തരും, പണിക്ക് പോകണ പോലെ എടുത്തിട്ട് പോകോളാൻ പറഞ്ഞ്. അങ്ങനെയൊക്കെ ചെയ്തോണ്ടിരുന്ന. അപ്പോൾ ഈ ക്രിക്കറ്റ് ഭ്രാന്ത് മൂത്തിട്ട് വിനയൻ സാറിൻ്റെ ചാലക്കുടിക്കാരൻ ചങ്ങാതി പടയില്ലേ, അതിൽ വിഷ്ണു ചെയ്ത ക്യാരക്ടറില്ലേ, ഞാനായിരുന്നു. എനിക്ക് അഡ്വാൻസ് തന്നാ. ഞാൻ എന്നിട്ട് ഹൈദരാബാദിൽ കളിക്കാൻ പോയി. ആ പടം വേറെ 3-4 പടം കളഞ്ഞിട്ട് പോയത്. കളി തോറ്റ് തിരിച്ചു വരുകയും ചെയ്തു. വിനയൻ സാറ് പിന്നെ പടത്തിന് വിളിച്ചിട്ടില്ല, സാറേ സോറി. ഈ സമയത്ത് സാറേ സോറി അല്ല, ഞാൻ പോയി സാറിനെ കണ്ടു പറഞ്ഞിട്ടാ കളിക്കാൻ പോകും. ജിബു ചേട്ടനെ പറ്റിയിട്ട്, ജിബു ചേട്ടനാണല്ലോ നമ്മുടെ ഫസ്റ്റ്. ഇപ്പൊ ചേട്ടന് ഫസ്റ്റ് പടം അല്ല അല്ലേ? ഫസ്റ്റ് പടം ഇല്ല, മമ്മ സാറിന്റെ പടം ഫസ്റ്റ് പടം. ജിബു ചേട്ടന്റെ പടം അല്ല? അല്ലല്ല, മമ്മ സാറിന്റെ ഈ പടം. അയ്യോ, നമ്മുടെ റോഷി തീരേഷിന്റെ മറ്റേ പടത്തിന്റെ 3rd പാർട്ട്. ആണോ? അതാണോ? അതാണ് ഏട്ടാ ഫസ്റ്റ് ആയിട്ട്. പക്ഷെ വെള്ളിമൂങ്ങയായിരുന്നു ശരിക്കും. ഫസ്റ്റ് ചെയ്ത പടം ഹൗസ് നമ്പർ 30 എന്ന് പറഞ്ഞിട്ട് സിനു എന്ന് പറഞ്ഞ ഡയറക്ടർ ചെയ്ത പടമാണ്. അപ്പോൾ ആ പടം ചെയ്തിട്ടിരിക്കുമ്പോഴാണ് അതിൻ്റെ ആർട്ട് ഡയറക്ടർ എല്ലാവരും വർത്തമാനം പറഞ്ഞ് പറയും, ഷാജി ചേട്ടാ ഈ പടം വെട്ടി കയറി ചേട്ടൻ രക്ഷപ്പെട്ടാന്ന് പറഞ്ഞു. പക്ഷെ മനസ്സുകൊണ്ട് അങ്ങനെ ഇല്ലായിരുന്നെങ്കിൽ അത് റിലീസായില്ല, പടം അങ്ങനെ തന്നെ ആയിപ്പോയി. വെള്ളിമൂങ്ങയാണ് ആദ്യം റിലീസാവുന്നത്. ആദ്യം റിലീസാവണതും മമ്മ സാറിൻ്റെ പടം. ഓ, അതാണ്. അല്ല, ഈ വെള്ളിമൂങ്ങയിൽ അതിനു മുമ്പ് ചെയ്തതാണ് ലിറ്റിൽ സൂപ്പർമാൻ, വിനയൻ സാറിൻ്റെ പടം. ആണല്ലേ? വിനയൻ സാറിൻ്റെ പടത്തിൽ ഇത്രയും കഷണ്ടിയായിട്ട് പടം ചെയ്ത് ലിറ്റിൽ സൂപ്പർമാൻ ചെയ്ത്. അപ്പം അതിൻ്റെ പൊങ്ങി വന്ന മുടിയും ബാക്കിലെ മുടിയും കൂടിയാണ് ആ വെള്ളിമൂങ്ങയിലെ ക്യാരക്ടർ. പക്ഷേ വെള്ളിമൂങ്ങയിലെ ആ ക്യാരക്ടർ പിന്നെ അങ്ങോട്ട് ലൈഫിലുള്ള ചേഞ്ച് കൊണ്ടുവന്നത് വെള്ളിമൂങ്ങ. അതെ അതെ. മഴവിൽ മനോരമ വഴിയല്ലേ വെള്ളിമൂങ്ങയിൽ വരുന്നത്? ജിബിച്ചേട്ടൻ്റെ വൈഫാണ് എന്നെ പറയണത്. ഓൾമോസ്റ്റ് പലരെയും ജിബിച്ചേട്ടൻ്റെ വൈഫ്. എൻ്റെ ജിബിച്ചേട്ടൻ ജോബി ചേച്ചി തന്നെ എന്നെയും പറഞ്ഞേ, ബോബി ചേച്ചി എന്നെയും പറഞ്ഞേക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വെള്ളിമൂങ്ങ എന്ന് പറഞ്ഞ പടമില്ലായിരുന്നെങ്കിൽ ഞാൻ എന്ന് പറഞ്ഞ വ്യക്തി എനിക്കറിയില്ല, എനിക്ക് സിനിമയിലേക്ക് വരുമോ ഒന്നും അറിയില്ല. ചേട്ടനൊക്കെ അത് എല്ലാവരും നിമിത്തമല്ലേ. ഇപ്പം എൻ്റെ കാര്യത്തിലാണെങ്കിലും എൻ്റെ കാര്യത്തിലാണെങ്കിലും വന്ന് കിട്ടണത് നല്ലതിൽ എത്തിപ്പെട്ട ഓക്കെയാണ്. നമ്മുടെ ബിഗ് ബോസിൻ്റെ നമ്മുടെ അസോസിയേഷൻ ആരോ തുടങ്ങിയ സമയത്ത് നിങ്ങളൊക്കെ എന്ത് ചെയ്യാനാണെന്ന് ചോദിച്ചാൽ ഒത്തിരി പേര് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചു, ഇങ്ങനൊരു അസോസിയേഷൻ തുടങ്ങിയിട്ട് എന്ത് കാണിക്കാനാണ്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടല്ലേ. ഇതിപ്പോൾ നമ്മൾ പ്രവൃത്തി കൊണ്ടാണ് അതിനൊക്കെ മറുപടി കൊടുക്കേണ്ടത്. അതെ അതെ. പ്രത്യേകിച്ച് നമ്മൾ ഒരുപാട് പിന്നെ പറഞ്ഞിട്ട് ചെയ്യണത് നല്ല, ചെയ്തിട്ട് മറ്റുള്ളവരെ കൊണ്ട് പറയിക്കണം നല്ലത്. അത് നല്ലതാണെങ്കിൽ ചീത്തയാണെങ്കിലും കൂട്ടാ. നല്ലത് ചെയ്യുക, നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കുക. നല്ലത് പറയിപ്പിക്കാന്നല്ലേ? നല്ലത് പറയിപ്പിക്കുക. ചീത്ത ചെയ്താലും നാട്ടുകാർ പറയും. പക്ഷെ നല്ലത് ചെയ്താലും ചീത്ത ചെയ്താലും സോഷ്യൽ മീഡിയയിൽ വരുന്ന കമന്റുകൾ ഭയങ്കര ഡിഫറെൻ്റാണ്. ഞാനിരുന്ന് ചിരിക്കാറുണ്ട് അത് വായിച്ച്. എനിക്ക് ഏറ്റവും ഇഷ്ടം കമന്റ് വായിച്ചാൽ മതി. ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ അതാ. ഇവരൊക്കെ ഒരു പടം എഴുതിയിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും.
അയ്യോ ഓരോ കമൻ്റൊക്കെ വായിച്ചിട്ട് കുറച്ചൊക്കെ ഇങ്ങനെ ഇൻ്റർമീനിങ് ചേർത്തായിരിക്കും, പക്ഷെ എന്നാലും ചിരി വരുന്നേ. അത് ഒരു വീഡിയോയുടെ ക്വാളിറ്റി കാണുമ്പോൾ നമുക്കറിയാം അതിൻ്റെ താഴെ വരും. ഇപ്പം എൻ്റെ വീഡിയോ ആണെങ്കിലും അതിൻ്റെ ക്വാളിറ്റി കാണുമ്പോൾ അതിന് താഴോട്ടൊന്ന് നോക്കിയാൽ മതി, ഏകദേശം അറിയാൻ പറ്റും. ഒരു ദിവസം മുഴുവൻ ഇരിക്കാനുണ്ടാവും. അത് ഞാൻ അപ്പം തന്നെ എന്ത് പറയും, ഫോൺ ചെയ്യും, എന്നാലും ആരെങ്കിലും പിടിക്കുക, അതേടെ അതൊന്നും എടുത്തിട്ട് എൻ്റെ കമൻറ്റ് ഒന്ന് വായിച്ച് നോക്കിയാന്ന് പറയും. എന്നിട്ട് അവിടെ നിന്ന് അടുത്ത ആൾ അങ്ങനെ അങ്ങനെ രസകരമായിട്ടാണ് എഴുതണത്. അല്ല, ഈ കമന്റ് കണ്ടിട്ട് എന്ത് കമന്റ് ഇട്ടേക്കുന്ന അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? എന്തിന് ഞാൻ ചെയ്യണത് എൻ്റെ റൈറ്റ്സാ, അവൻ കമന്റ് ചെയ്യണം അവൻ്റെ റൈറ്റ്സാ, ആരായാലും എന്ത് പറഞ്ഞാലും. അല്ല, ആ കമന്റ് കൊണ്ട് മാനസികമായിട്ട് വിഷമോ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല? ഇല്ല ഇല്ല ഇല്ല. എന്തിനാണ് വിഷമിക്കണത്? എഴുതുക എന്നുള്ളത് അവരുടെ റൈറ്റ്സാ. ഈ മറ്റേ വളച്ചൊടിച്ചെടുക്കുന്ന സാധനം ഇല്ലേ, മറ്റേ ആടിനെ പട്ടിയാക്കാന്നൊക്കെ പറഞ്ഞ പോലെ അങ്ങനത്തെ സാധനങ്ങൾ കാണാറുണ്ടല്ലോ. ഇത് കറക്റ്റ് പ്രൊഫൈലുള്ള ഒരാൾ ഇങ്ങനെ എഴുതി ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഡയറക്റ്റ് പ്രൊഫൈൽ, ഒരു പ്രൊഫൈൽ സ്വന്തം ഫോട്ടോ ഒക്കെ വെച്ചിട്ട് എഴുതുക, അത് നമുക്ക് അഭിമാനിക്കാം അങ്ങനെ ഒരാളുണ്ടെങ്കിൽ. നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കമന്റ് ഒക്കെ ഇടുന്ന ആൾക്കാരോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയാനില്ല, പറഞ്ഞാൽ നന്നായി പോകും, നന്നാവരുത്, ഇങ്ങനെ തന്നെ പോകണം. കാരണം ഇപ്പം അച്ഛൻ അറ്റാക്ക് വന്നാൽ മരിച്ചെന്ന് അത് വിളിച്ച് അച്ഛൻ അറ്റാക്ക് വന്നിട്ട് അയ്യേ അറ്റാക്ക് വണ്ടി ഇടിച്ചാൽ മതിയായിരുന്നു, ഇങ്ങനെ പറഞ്ഞ കാലവും ഇപ്പം. സോഷ്യൽ മീഡിയ തീരുമാനിക്കും നമ്മളെങ്ങനെ. ഒരിടക്ക് നമുക്ക് ലൈക്കാണ് ലൈഫ് എന്നുള്ള രീതിയിലായിരുന്നു, ലൈക്ക് എന്തോരം കിട്ടും അതാണ് നമ്മുടെ ലൈഫ്. ഇപ്പം മാറി സോഷ്യൽ മീഡിയ തീരുമാനിക്കും ഇതെന്ത് എങ്ങനെ പോകണമെന്ന്. ഈ പ്രൈവസി ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടില്ലേ? അല്ല, പ്രൈവസി കുറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് പ്രൈവസി കുറഞ്ഞു, ഓരോ സ്ഥലത്ത് ഓരോന്ന് കാണിച്ചു കൂട്ടണമെങ്കിൽ ഈ രീതിയിൽ മാത്രമല്ല പല രീതിയിലും. മനസ്സിലായി. അവിടെ എറണാകുളത്ത് എന്താണ് കൊടമാറ്റം എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട്. അത് ഒരു കൊടകാലത്തിൽ ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി ഉണ്ടാവും, ഫുള്ള് ഇങ്ങനെ ഇങ്ങനെ കൊട 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 കൊട. അവിടെ കൊട റെന്റിന് കൊടുക്കുന്ന ആളുണ്ടെന്ന് തോന്നുന്നത്. അല്ല, അതുകൊണ്ട് മാറ്റങ്ങൾ എന്താ മാറ്റം എന്ന് ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ വീണ എങ്ങനെ ജീവിച്ചു തീരണമെന്ന് തീരുമാനിക്കാൻ വീണ. അതെ, ഞാൻ നമ്മൾ തന്നെയാണ് തീരുമാനിക്കണേ. പക്ഷെ ഈ സോഷ്യൽ മീഡിയയുടെ ഭയങ്കരമായിട്ട് നമ്മൾ എങ്ങോട്ടെങ്കിലും മാറുമ്പോഴോ പോകുമ്പോഴോ ഈ ഒരു വീഡിയോ എടുത്തിട്ട് ഇവരിടുന്ന കമന്റും അതിനുപയോഗിക്കുന്ന തമ്മിലും ഒക്കെ വ്യത്യാസമല്ലേ? അത് ഞാൻ ചോദിച്ചാ അങ്ങനത്തെ സാധനങ്ങൾ എപ്പോഴെങ്കിലും അങ്ങനെ ചെയ്യുന്നവരോട് എന്താ ഉദാഹരണമുള്ളൂ? ചക്ക വെട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈച്ച വരും, മോശമായ ഏരിയയിലും ഈച്ച വരും. ഇത് രണ്ടും തമ്മിൽ ഭയങ്കര വ്യത്യാസമാണ്. അപ്പം ഏത് ഈച്ചയെന്ന് നിങ്ങൾ തിരഞ്ഞെടുത്താൽ മതി ഈ വന്നത്. മനസ്സിലായി. മോശപ്പെട്ട സ്ഥലം ഞാൻ പറഞ്ഞ മനസ്സിലായോ? ആ, ചക്ക വെട്ടിയെടുത്ത് ഈച്ച വരും, ഇവിടെയും വരും, രണ്ടിടത്തും സ്മെല്ലുണ്ട്. മനസ്സിലായി. പക്ഷെ ഏത് ഈച്ചയാണ് നല്ല സ്മെല്ലുണ്ട്, ചീത്ത സ്മെല്ല്. അപ്പൊ ഏത് ഈച്ചകളാണ് നമുക്ക് ഗുണം ചെയ്യണമെന്ന് നോക്കിയാൽ മതി. അല്ല, സോഷ്യൽ മീഡിയ ഒത്തിരി നമ്മളെ സപ്പോർട്ടും ചെയ്യുന്നുണ്ട്. അല്ല, ഒത്തിരിന്നല്ല, പല കാര്യങ്ങൾക്കും സപ്പോർട്ട് ചെയ്യുന്ന സോഷ്യൽ മീഡിയ ഉണ്ട്. പക്ഷെ അതിനകത്ത് ചില ആൾക്കാർ സോഷ്യൽ മീഡിയക്കാരും ഞാൻ പറഞ്ഞില്ല കമന്റ്സുകളാണ്. സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ എല്ലാം നല്ലതായിട്ട് ചെയ്യുന്ന ആൾക്കാരെ ഞാൻ കണ്ടേക്കുന്നത്. ഇപ്പൊ ഈ റിയാക്ഷൻ വീഡിയോ കാണുന്നവരുണ്ട്, ഞാൻ എല്ലാവരും വീഡിയോ കാണാറുണ്ട്. പക്ഷെ വളരെ മാന്യമായിട്ടാണ് പറയണവര്, സഭ്യമായ ഭാഷയിൽ വളരെ മര്യാദയോടെയാണ് പറയണത്. പക്ഷെ അത് തിരുത്തേണ്ട ആൾക്കാർ അപ്പോഴെങ്കിലും ഒന്ന് തിരുത്തണം. മനസ്സിലായി. പിന്നെ കമന്റ് ചെയ്യണമെന്ന് ആരാന്ന് പോലും അറിയില്ല. എനിക്കോണ്ട് ഈ നാളെ ഏതെങ്കിലും വീഡിയോ ആവട്ടെ ഇന്ന് തന്നെ ടൈപ്പ് ചെയ്ത് ഇട്ടേക്ക്, നാളെ എനിക്ക് കഴിയുമ്പോൾ ഈ വീഡിയോക്ക് ഇത് പോട്ടെ, ഇങ്ങനത്തെ രീതിയിലാണ് തോന്നുന്നത്. കാരണം ഞാൻ സോഷ്യൽ മീഡിയ ഒട്ടും ആക്റ്റീവ് അല്ല. അല്ല, സോഷ്യൽ മീഡിയയിൽ ചില ആൾക്കാർ പല ആർട്ടിസ്റ്റുകളെയും പിന്നെ ആദരാഞ്ജലികൾ എന്ന് പറഞ്ഞ ഒരിടയ്ക്ക് ഒരു ട്രെൻഡായിരുന്നു. ആളെ അപകടം പറ്റി അതൊരു സംഭവമാക്കി ഇട്ടിട്ടൊരു സാധനം ഉണ്ടായിരുന്നു ഒരു സമയത്ത്. ഈ ഹിന്ദി നടിമാരില്ല, അവരെയൊക്കെ പബ്ലിക്കായിട്ട് മരിച്ചു എന്നും പറഞ്ഞിട്ട് ഇടുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ആരുടെ വന്നത്? ഒരാളുടെ വന്നായിരുന്നു. അവിടുത്തെ അത്ര ഇല്ലാന്ന് തോന്നുന്നു നമ്മുടെ ഇവിടെ. ഇവിടെ നമ്മളെ ഏറ്റവും ഭാഗ്യം എന്നിട്ടേ ഇന്ന് മരിച്ച് നാളെ ജീവിക്കാൻ കഴിഞ്ഞെന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമല്ലേ അത്. പിന്നെ ഇന്നത്തെ ദിവസം ഞാൻ മരിച്ചുപോയി, പിറ്റേ ദിവസം ഞാൻ വീണ്ടും ഓക്കെ പുനർജന്മം കിട്ടണതാണ്. സലിംകുമാർ ചേട്ടൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, മലയാള സിനിമയിൽ നമ്മുടെയൊക്കെ വരും. വൈറ്റ് ആൻഡ് സി വന്നോണ്ടിരിക്കും. മമ്മൂക്കയായിട്ടേ ഫസ്റ്റ് അഭിനയിക്കുന്ന പടം ഭാസ്കർ ദാസ് അല്ലല്ല, പിന്നെ മാർത്താണ്ഡ സാറിന്റെ പടം അച്ചാദിൻ. മമ്മൂക്കയായിട്ടുള്ളൊരു കോമ്പിനേഷൻ, മമ്മൂക്കയുടെ ഒരു രീതികളൊക്കെ ഒന്ന് പറയാം. അല്ല, അത് ഭയങ്കരമായിട്ട് എന്നെ സഹായിച്ചിട്ടുണ്ട്. നമ്മൾ അഭിനയിക്കാൻ ചെല്ലുമ്പോഴാണെങ്കിലും ഇങ്ങനെ പോലെ പറയട്ടെ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് എല്ലാം പറഞ്ഞു തരും. പിന്നെ ഡബ് ചെയ്യാൻ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഡബ്ബിങ് സൂട്ടിൽ വിളിച്ച് കേട്ട് എന്നെ ഇങ്ങനെ മോഡുലേഷൻ ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അങ്ങനെ ഓരോ രീതിയിലും അച്ചാദിൻ്റെ പടത്തിന് ചെല്ലുമ്പോൾ ആദ്യമേ അഭിനയിക്കാൻ നിൽക്കുമോ? അച്ചാദിനും അല്ല ആദ്യമേ ചെയ്തത് മറ്റേ ഇത്
പത്തേമാരി ഓ ഫസ്റ്റ് അതിലാണ് ചെയ്യണത്. ഫസ്റ്റ് അതിൽ ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു മമ്മൂക്ക വന്നാന്ന് ചോദിച്ചു. മമ്മൂക്ക കാരവാനിലുണ്ടെന്ന് തോന്നി. അപ്പം കണ്ടിട്ടില്ല, നേരിട്ട് കണ്ടിട്ടില്ല മമ്മൂക്കനെ. അപ്പോൾ ഈ റിഹേഴ്സൽ ചെയ്യണം. ഞാനിവിടെ സോപ്പും ബക്കറ്റും ഞാൻ സോപ്പ് എടുക്കണം. ഞാൻ പുറത്തിറങ്ങുമ്പോഴത്തേക്ക് ശ്രീനിവാസൻ ഞങ്ങൾ പറഞ്ഞിട്ട് പോകും. അപ്പോൾ ഇങ്ങനെ പറഞ്ഞ് ഞാനിങ്ങനെ പുറത്തിറങ്ങുമ്പോൾ കൈയും കുത്തി ഇങ്ങനെ നിൽക്കുക ഡോറിൻ്റെ അവിടെ. ഗുഡ് മോർണിംഗ് സാർ. സാറാ പിന്നെ അല്ല ഇത് എൻ്റെ കയ്യിൽ നിന്ന് പോയി. അവസാനം ഡയലോഗ് പറഞ്ഞ സമയമായി. ഇത്രയും വലിയ ഡയലോഗോ. അപ്പം ഞാൻ പറഞ്ഞു മമ്മൂക്കാരുടെ അടുത്ത് ഇത് ഒക്കെ പറഞ്ഞു കഴിയുമ്പോൾ പ്രശാന്ത് ഷാജി ഇത് പറയുന്നുണ്ട്. പുള്ളി നോക്കിയിട്ട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞത് ഞാൻ എൻ്റെ അപ്പോൾ പോയി കിളി. പിന്നെ പറഞ്ഞ് ഓക്കെ ആയിരുന്നു, കറക്റ്റായിട്ട് പറഞ്ഞു. അപ്പോൾ അവർ ഓക്കെ പറയുമ്പോൾ നമുക്ക് പറഞ്ഞു അങ്ങനെയല്ല, ഒന്ന് പ്രസംഗത്തിൻ്റെ മൂടി പറയാൻ പറഞ്ഞു. യാത്രയപ്പാ ഞാൻ അടുത്ത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഓക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണുന്നതാണ് ഭാസ്കർ റാസ്കലിൻ്റെ സെറ്റിൽ വെച്ചിട്ട്. ഇടയ്ക്ക് വിളിക്കും, ഇല്ലില്ല, ഞാൻ ഇതുവരെ മക്കളുടെ ഫോണിലേക്ക് വിളിച്ചിട്ടില്ല. ആണല്ലേ. ഭാസ്കർ റാസ്കൽ കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത പ്രോജക്റ്റിലൊക്കെ പിന്നെന്താ പറ്റിയത്? കാരണം നമുക്ക് കുറച്ച് നാൾ അങ്ങനെ ഒരു ആർട്ടിസ്റ്റ് ഉണ്ടെങ്കിൽ പത്തേമാരി, ഭാസ്കർ റാസ്കൽ, അച്ചാദീന്, തോപ്പിൽ ജോപ്പൻ, മാസ്റ്റർ പീസ്, അത്രയും. പിന്നെ എന്നിട്ടും ഇപ്പോഴും അങ്ങനെ വിളിക്കലോ സംസാരിക്കലോ ഒന്നും ഞാൻ ഇതുവരെ വിളിച്ച കാണുമ്പോഴത്തേക്ക് ചെല്ലും, ഞാൻ ഓടിച്ചെല്ലും. ആണല്ലേ. നമുക്കിടെ ഇപ്പോൾ 7 പടം ചെയ്തു അല്ലേ, വലിയ സംഭവം. പിന്നെ ആ വേറൊരു പടത്തിൽ വിളിച്ചിട്ട് പോകാൻ പറ്റില്ല. അന്ന് അമർ അക്ബറിന്റെ ഷൂട്ട് നടക്കുമായിരുന്നു. അമർ അക്ബറിന്റെയും ഭയങ്കര നല്ല ക്യാരക്ടർ അല്ലായിരുന്നോ? ഒരു എന്റെ പടമൊക്കെ അങ്ങനെ അതിൽ ദുരന്തമൊന്നും, പിന്നെ വെള്ളിമൂങ്ങ, പോത്തും തല, പിന്നെ കരിങ്കണ്ണൻ, പിന്നെ ഉണ്ട് എല്ലാം ഇങ്ങനെ ഇതുമായിട്ടുള്ള ബന്ധം ഉള്ളതാണ്. ലാലേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടില്ലേ? ലാലേട്ടൻ്റെ ഇതിനകത്ത് വിളിച്ചായിരുന്നു, മറ്റേ വെളിപാടിൻ്റെ പുസ്തകം. അപ്പോൾ പോകാൻ പറ്റിയില്ല, മാസ്റ്റർ പീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ ഇട്ടിമാണി എന്ന് പറഞ്ഞ പടത്തിൽ ഒരു ഒറ്റ സീനോ 2 സീനാറ്റേ ഉള്ളൂ. ജോജി ചെയ്ത പടം. മനസ്സിലായി. നമ്മുടെ ജിംഷാൻ്റെ ഉണ്ടായിരുന്നു. അതെ. പിന്നെയും ചെയ്യാലോ. പിന്നെ ഉറപ്പായിട്ടും ലാലേട്ടൻ മമ്മൂക്കയും മലയാളത്തിലുള്ള അല്ലെങ്കിൽ തമിഴും ഇന്ത്യൻ സിനിമയിലുള്ള വലിയ വലിയ നടന്മാരെ സിനിമകളിലേക്ക് എത്രയും വേഗം തന്നെ ചേട്ടനെ വിളിക്കും. കാരണം ഇവിടുന്ന് ഇനി അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ വെച്ചടി കയറ്റായിരിക്കട്ടെ. ഒരുപാട് നല്ല സിനിമകൾ വരട്ടെ ഏട്ടാ. ഒത്തിരി സന്തോഷം. ഒരൊറ്റ കോളില് എന്താന്ന് പോലും അറിയാതെ ഇവിടെ വന്നപ്പോഴാണ് എന്താ പരിപാടി എന്താന്ന് ചോദിച്ചത്. രാവിലെ ചോദിക്കില്ലടി നീ എന്തിനാ എന്നെ വിളിച്ചേക്കണേന്ന്. ഞാൻ പറഞ്ഞു വാ, വന്നിട്ട് ഞാൻ പറയാം. അത്രേ ഉള്ളൂ. നമ്മളെ ആ ഒരു സൗഹൃദം എന്നും, ആ സൗഹൃദ കൂട്ടായ്മ എന്നും ഇപ്പോഴും നമ്മുടെ നിലനിൽക്കുന്നുണ്ട്. ഇപ്പൊ എത്രയോ വർഷമായിട്ട് എനിക്ക് വളരെ കുറച്ച് അങ്ങനെയുള്ള എൻ്റെ സുഹൃത്തുക്കൾ എന്ന് പറയാൻ അങ്ങനെയുള്ള ആളിൽ ഒരാളാണ്. പലരും ഇന്നത്തെ കാലത്ത് സൗഹൃദങ്ങൾക്കൊന്നും വാല്യൊക്കെ വളരെ കുറവാണ്, പ്രത്യേകിച്ച് ഇൻഡസ്ട്രിയിൽ. ഈ തിരക്ക് പിടിച്ച ഓട്ടം, ഇതിനിടക്ക് സൗഹൃദത്തിനോ കാര്യത്തിനോ ഒന്നും സമയമില്ലല്ലോ. നമുക്ക് സമയമില്ലാത്തത്. ഇൻഡസ്ട്രിയിൽ ബെസ്റ്റ് ഫ്രണ്ട് ആരാ? ഇൻഡസ്ട്രിയിൽ എന്ന് പറയാനായിട്ട് ബെസ്റ്റ് ഫ്രണ്ട് എനിക്ക് സോഹനാണ്. സോഹൻ ചേട്ടൻ. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും വിളിക്കുകയൊക്കെ ചെയ്യുന്ന ഒരേ ഒരാളെ സോഹൻ മാത്രമേ ഉള്ളൂ. പിന്നെ സിനിമയിൽ ഞാൻ അങ്ങനെ വിളിക്കണമെങ്കിൽ അങ്ങനെ വിളിക്കാറില്ല, ആരും വിളിക്കാറില്ല. ഞാനപ്പോൾ സിനിമയിലെ അല്ലല്ലേ? അല്ല, കൂട്ടിയിട്ടില്ല, സിനിമയായിട്ട് കൂട്ടിയിട്ടില്ലല്ലോ. അല്ല, ഞാൻ ചുമ്മാ പറഞ്ഞത്. അല്ല, ഞാൻ വേറെ ആരും വിളിക്കാറില്ല. സിനിമാ സൗഹൃദങ്ങളില്ല. ഇല്ല, അങ്ങനെ സൗഹൃദങ്ങൾ കുറവാണ്. അല്ല, സൗഹൃദം ഉണ്ട് എല്ലാവരായിട്ടും. വിളിച്ച് ഇപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം വിളിക്കുക, അങ്ങനെ വിളിക്കുന്നതാണ് സോഹന. അത് ഞങ്ങളുടെ തമ്മിലൊരു ആറ്റിറ്റ്യൂഡ് സെറ്റാവും. എപ്പോഴും സംസാരിക്കുമ്പോഴും സബ്ജക്റ്റിനെ കുറിച്ചും അങ്ങനെ ഇങ്ങനെയൊക്കെ ഞങ്ങൾ സംസാരിക്കുള്ളൂ. പിന്നെ ഷാജോൻ ചേട്ടൻ അവരെല്ലാവരായിട്ടും സംസാരിക്കാറുണ്ട്. അവരൊന്നും സിനിമാക്കാരായിട്ട് നമ്മുടെ ഫാമിലി എത്രയോ കാലങ്ങളായിട്ട് നിങ്ങൾ ഒരുമിച്ച്. എനിക്ക് തോന്നുന്നു ചേട്ടൻ പിന്നെ ഗിന്നസ് അല്ലല്ലോ, മനോജ് അതിനകത്തല്ലായിരുന്നു? മനോജ് ചേട്ടൻ്റെ കൂടെയാണ് ഞാൻ വന്നത്, പ്രൊഫഷണലായിട്ട് കളിക്കുന്നത്. ആണല്ലേ. അത് കഴിഞ്ഞിട്ടാണല്ലോ മറ്റേ നമ്മുടെ മഴവില്ല. അത് കഴിഞ്ഞിട്ട് ഗിന്നസിൽ വന്നിട്ട് പിന്നെ ഒരു വർഷം ഞങ്ങൾ ഇൻഡിവിജ്വലായിട്ട് പോയി. അത് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് മഴവില്ല്. ഒരു ഭയങ്കര തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു ഭയങ്കര യാത്രയല്ല. അതെ. ഒരു റോളർ കോസ്റ്ററിൽ കയറി പിന്നെ അത് നല്ലതായിട്ട് സേഫായിട്ട് വന്ന് ലാൻഡ് ചെയ്ത് ഇപ്പം അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പം ഈ മനോരമ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഓർത്തേ ഏതെങ്കിലും ഒരു സീരിയൽ അതിൽ കിട്ടിക്കഴിഞ്ഞാൽ ഒരു 5000 രൂപ പേയ്മെൻറ്റ് കിട്ടുമല്ലോ. അത് ലൈഫിൽ അതേ ഉള്ളൂ. പക്ഷെ ആ സമയത്താണ് ഇങ്ങനെ സിനിമയിലേക്ക് വിളിക്കുന്നത്. എന്നെ ആദ്യം സിനിമയിലേക്ക് വിളിക്കുന്നത് ടിനിച്ചേട്ടനാണ് അല്ലേ? അല്ല, നമ്മൾ ഇത് സാലറി ചോദിക്കാൻ പാടില്ലെന്ന ആദ്യമായിട്ട് വാങ്ങിച്ച ശമ്പളം ഓർമ്മയുണ്ട്? എത്രയായിരുന്നു ആദ്യം അഭിനയിച്ച? സ്റ്റേജിൽ അഭിനയല്ല, സ്റ്റേജിൽ ആദ്യമായി നമ്മൾ വാങ്ങിക്കുന്ന ഒരു ശമ്പളം ഇല്ലേ? ആദ്യമായിട്ട് വാങ്ങിച്ച ശമ്പളം 100 രൂപ പേയ്മെൻറ്റ്. 100 രൂപ പേയ്മെൻറ്റിന് എവിടെയാണ് കളിക്കുന്നത്? എവിടെയെന്ന് അറിയാമോ? കട്ടപ്പനയിൽ 100 രൂപയാണ് കിട്ടുന്നത്. എന്നിട്ട് അവിടെ നിന്ന് 75 രൂപക്ക് മുയലിനെ മേടിച്ചിട്ട് പോകുന്നു ഞാൻ. ആകെ കിട്ടുന്ന 100 രൂപ.
കാർട്ടൺ ബോക്സിൽ കെട്ടി ലക്ഷ്മിയുടെ ചോദിച്ചത് അങ്ങനത്തെ പണിയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതുങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഇതാണല്ലോ. ഇപ്പൊ പിന്നെ അതുങ്ങൾ ആരും ഇല്ലല്ലേ ഇപ്പൊ ഈ ഇവര് മാത്രമേ ഉള്ളൂ. അല്ല ഇത് ഭയങ്കര ഒരു സമാധാനമാണല്ലോ നിങ്ങള് എപ്പോഴും കൂടെ ഉള്ളത്. നമ്മളെ ഒരു വിഷമമൊക്കെ ആയിട്ടിരിക്കുമ്പോഴത്തേക്ക് കുറച്ച് നേരം ഇവരുടെ അടുത്ത് പോയിരിക്കുക, അത് നിങ്ങൾക്ക് ഫുഡ് കൊടുത്ത് കണക്കുകയാണെങ്കിൽ ഉണ്ടല്ല ഭയങ്കര റിലാക്സ് ആവും. ഇത് രശ്മിൻ സംസാരിക്കും പോയെന്നുണ്ട്. ഞാൻ എൻ്റെ ഫോണിലൊരു വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കിടപ്പുണ്ട് ആ വീഡിയോ. എടപ്പള്ളിയിൽ നിന്ന് കിട്ടിയ ഒരു പട്ടിയാണ്, ഒരു മതിൽക്കെട്ടിൻ്റെ ഉള്ളിൽ കൊണ്ട് കളഞ്ഞിട്ട് പോയിരിക്കുന്നു. അതിന് വല്ല ചപ്പും ചവറങ്ങളും തിന്നണ്ടേ, ഗേറ്റ് പൂട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ കൊണ്ടിട്ട് പോയിരുന്നു. അപ്പോൾ അവിടുത്തെ അങ്കിൾ വിളിച്ച് 7 ദിവസം അതിൻ്റെ ഉള്ളിൽ കിടക്കണം, വെള്ളം പോലും കുടിച്ചിട്ടില്ലെന്ന്. ഞാൻ പോയിട്ട് എടുത്തോട്ട് വീട്ടിൽ കൊണ്ടുവന്ന് പിന്നെ എച്ചുമായിട്ട് ഭയങ്കര കണക്ഷനായി. ഇവന് പേര് നമുക്ക് കിട്ടണില്ല, കുറേ പേര് വിളിച്ചു നോക്കി. സാധാരണ നോർമലി പട്ടികൾക്ക് ഇരുന്ന പേരൊക്കെ വിളിച്ചു നോക്കി രക്ഷയില്ല. അവസാനം പുള്ളി ഓടി മുകളിൽ പോയപ്പോൾ വൈഫ് ടോമി എന്ന് വിളി, അപ്പം പേര് കിട്ടി. അങ്ങനെ വന്ന് ഇവർ തമ്മിൽ സംസാരിക്കണ കേൾക്കണം. ഞാൻ ആ എപ്പിസോഡ് എടുത്ത് കാണിച്ചു തരാം. വെച്ച് സംസാരിക്കുമ്പോൾ എന്തൊക്കെയോ പറയാനൊക്കെ. എന്നിട്ട് കൊല്ലത്തുനിന്ന് ഒരു ഫാമിലി വന്നിട്ട് അവനെ കൊണ്ടുപോയി. അവർ കൂടെ കെട്ടി, അവൻ നിങ്ങൾ കൂടെ കെട്ടി നോക്കുമെങ്കിൽ തരാമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി. ഇത് നോർമൽ പപ്പിയായിരുന്നു, അത് ക്രോസ് ബ്രീഡാണ്, ലാബുമായിട്ട് ക്രോസാണ്. അപ്പോൾ ഈ കൊണ്ടുവരുമ്പോൾ നല്ല കുഞ്ഞിലെ കൊണ്ടുവരുമ്പോൾ ഭയങ്കര രസമായിരിക്കും. ഇച്ചിരി വളർന്നു കഴിയുമ്പോഴത്തേക്ക് അങ്ങനെ. പിന്നെ ആ കോവിഡ് സമയത്ത് മക്കളൊക്കെ വീട്ടിൽ നിന്നിട്ട് എല്ലാവരും പെറ്റ്സിനെ വാങ്ങിച്ച്, പിന്നെ ക്ലാസ് തുടങ്ങിയപ്പോൾ എല്ലാവർക്കും ബാധ്യതയായി. അങ്ങനെയൊക്കെ എത്രയോ സ്ഥലത്ത് ഞാൻ എടുത്തിട്ട് വന്നേക്കുന്നു, പുഴുത്തതും പഴുത്തതും ഒക്കെ ആയിട്ട്. നിങ്ങളുടെ ചങ്ങനാശ്ശേരി ഭാഗത്ത് നിന്നൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട്. ആ അതിന് ലക്കി എന്ന പേര്. എന്നെ കണ്ടത് അവരുടെ ലക്ക്, അവളെ കിട്ടിയത് ഞങ്ങളുടെ ലക്ക്. അങ്ങനെ ട്രീറ്റ് ചെയ്ത് ഫോട്ടോയാണ് അന്ന് ഞാൻ ചെയ്തു. അതെ, ഒരു തൊട്ടിലൊക്കെ ഇട്ട് ചെയ്തത്. അപ്പൊ അങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. ഇനിയിപ്പോ പുതിയ പ്രൊജക്ടുകളെ പറ്റി പറഞ്ഞു. ഈ ഷോസ് ഇനിയും വരാൻ പോകുന്നത്, നിങ്ങൾ UK ഇപ്പൊ ഷോ കഴിഞ്ഞ് വന്നേ ഉള്ളൂ. UK ഒരു ഷോയുടെ വിശേഷം എന്നോട് വന്നപ്പോഴേ പറഞ്ഞല്ലോ ഇതിന്റെ പേര്, അത് നാടകത്തിന്റെ പേര്, UK പോയ നാടകത്തിന്റെ പേര്. അതിപ്പോ നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അത് അറിയാൻ പറ്റും. അപ്പൊ പിന്നെയും കൂട്ടടിയാവും ഒരു തമ്മിൽ. അപ്പൊ അതുകൊണ്ട് നാടകത്തിന് പേരില്ല. നല്ല രസമായിരുന്നിട്ടാ. 4 പേര് അറാഫത്തിന്റെ ഷോയാ, അറാഫത്താ കൊണ്ടുപോണത്. ഞങ്ങള് ടിൻചേട്ടൻ, ഞാൻ, ബൈജോസ്, ഗ്രേഷ്യ എന്ന് പറഞ്ഞ പാട്ട് പാടുന്ന കുട്ടി, 4 പേര് ഞങ്ങള് അറാഫത്ത് മെഗാ ഷോ ചെയ്യണം. 3 മണിക്കൂർ ഗംഭീര പരിപാടി. ഇവിടെ 35 പേരെ കൊണ്ട് പോകണ്ടേ ഷോ ചെയ്യാൻ. 4 പേരൊക്കെ വണ്ടി നിറങ്ങി കമ്മിറ്റിക്കാർ പിന്നെ നോക്കി എത്ര വണ്ടി വരണ്ടെന്ന്. ഇത് ഈ 4 പേരെ വെച്ചിട്ട് ഭീകര ഷോ. അത് അവന്റെ പ്ലാനിങ് കൂടി അറാഫത്തിന്റെ. അത് രാവിലെ ഒരെണ്ണം, ഉച്ചക്കൊരെണ്ണം, അല്ലെങ്കിൽ ഉച്ചക്കൊരെണ്ണം വൈകിട്ടൊരെണ്ണം. വീക്കെൻഡിൽ മാത്രമേ ഉള്ളൂ 2 പരിപാടി വെച്ചിട്ട്. അങ്ങനെ ഷോ ചെയ്തു. അപ്പൊ അവിടെ നേരെ അയർലൻഡിൽ ചെന്നിട്ട് അവിടെയും പരിപാടി. എന്തുകൊണ്ട് ഈ പുറത്തൊക്കെ ഷോയ്ക്ക് പോയിട്ട് ഈ റൂമിനകത്ത് തന്നെ അടച്ചിരിക്കുന്നത് ഇഷ്ടമല്ലേ? ഇവരിപ്പോ ടെൻഷനൊക്കെ ഉണ്ട്, ഈ വാഴാണത്തിന് പോകുന്ന ഒരു കാര്യമില്ല. എനിക്ക് സ്ഥലം കാണാൻ പോണ ഇഷ്ടമല്ല. ഒന്നാമത്തെ കാര്യം അവിടെ വൈഫൈ ഉണ്ട്. അപ്പോൾ പിന്നെ വീട്ടിലേക്ക് രശ്മിനെ വിളിക്കുക, ഈ വക പരിപാടി നടക്കും. പുറം ലോകം ഇഷ്ടമല്ല, എനിക്കിഷ്ടമല്ല. പോയി സൗത്ത് ആഫ്രിക്ക, നമ്മളും സൗത്ത് ആഫ്രിക്ക പോയപ്പോഴത്തേക്ക് അവിടെ പോയി ഞാൻ കാട്ടിൽ മൃഗങ്ങളെ കാണാൻ. അപ്പോൾ എന്നോട് പറഞ്ഞ് നമുക്ക് ഇത് സ്റ്റാച്യു ഓഫ് ദി ലിബർട്ടി കാണാൻ. വിഷ്ണുവും ബിബിനും ഉണ്ടായിരുന്നു അമേരിക്കൻ ട്രിപ്പിൽ. നമുക്ക് സ്റ്റാച്യു ഓഫ് ദി ലിബർട്ടി, ഞാൻ സോഷ്യൽ സ്റ്റഡീസ് എൻ്റെ ബുക്കിലൊക്കെ കണ്ടിട്ടുള്ളൂ, എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ് ഈ പുള്ളീനെ കൊണ്ട് ശല്യമായില്ല. പിന്നെ ഇവരെ കൂടി പോയി, ട്രാവലർ വിളിച്ച് എല്ലാവരും കൂടി ഞങ്ങൾ പോയി തറക്കാൻ പോകുന്നവന് വിഷ്ണു വിപിനൊക്കെ കൂടി പോയി. ഇവർ ട്രാവലർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അമേരിക്കയിൽ ആദ്യമായിട്ട് ഇടിയും പറ്റി മഴ ഫുള്ള് അതിൽ കൊണ്ട് കറക്കിയിട്ട് തിരിച്ചു വന്നിട്ടേ എൻ്റെ വാലോണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊക്കെ കാണാൻ പോയിട്ടെന്തിനാ കാണാൻ പറ്റിയല്ലേ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. വാലോണ്ട് ഇഷ്ടമല്ല, ചേട്ടൻ്റെ നാക്ക് എൻ്റെ പൊന്നെ. അപ്പോൾ അതുപോലെ എനിക്ക് ഇഷ്ടമല്ല. ഷാജു പാലക്കാട് എൻ്റെ കൂടെ ട്രിപ്പ് വരെ ഇഷ്ടമല്ല. ഓസ്ട്രേലിയ ചെന്ന് പറയും നമുക്ക് കങ്കാരുവിനെ കാണാൻ പോകുന്നു. ഞാൻ പറഞ്ഞ ഇന്ത്യൻ സിനിമ എടുത്തിട്ട് അതിൽ കാണാമെന്ന്. ഒരു സായിപ്പിൻ്റെ ഇതിലാണ്, ഫാം ഹൗസിലാണ് താമസിക്കുന്നത്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതുപോലെ ഇവർക്ക് പോകണം, എനിക്ക് പോകണ്ട, എന്നെ ഇട്ടിട്ട് ഇവർക്ക് പോകാനും പറ്റണില്ല. ഞാൻ നിങ്ങൾ പോയിക്കോ, ഞാനിവിടെ ഉണ്ടാവും. എന്നിട്ട് പിന്നെ ഓരോരുത്തരൊക്കെ പോയി കണ്ടിട്ട് വന്നു. ചെന്നൊന്ന് സായിപ്പ് പറഞ്ഞ് നല്ല വൈനുണ്ട് കേട്ടോ തരാമെന്ന് പറഞ്ഞു. ഭയങ്കര പഴക്കമുള്ള വൈനാണ് തരാമെന്ന് പറഞ്ഞു. അവസാനം പിന്നെ ഇപ്പോൾ സായിപ്പ് വിളിച്ചിരിക്കാൻ തുടങ്ങി. ഞങ്ങൾ ചിലപ്പോൾ ചെല്ലുമ്പോഴേ വലിയ ഗ്ലാസ് കൊണ്ട് വൈൻ ചെല്ലും. ഒരു ഗ്ലാസിന്റെ അറ്റത്തൊരു ഇച്ചിരി. പോന്ന ദിവസമായപ്പോഴത്തേക്ക് സായിപ്പ് അവിടെ നിന്ന് വേറെ എവിടെ റൂം എടുത്ത് താമസിക്കും. ഞങ്ങൾ പോയിട്ട് വന്നുള്ളത്. കൂടെ ചെന്നക്കണക്ക് കാടിവെള്ളം കുടിക്കണമല്ലേ വൈൻ കുടിക്കണത്. നമ്മൾ നോർമലി ആൾക്കാരോട് ചോദിക്കാം നിങ്ങൾക്ക് ലോകത്തിൽ ഏറ്റവും പോകാൻ ഇഷ്ടമുള്ള സ്ഥലമാണെന്ന് ചോദിക്കാൻ പറ്റും. സാജുനോട് ചോദിച്ചാൽ സാജുന പറയും വീട്ടിൽ പോകാനാണ് ഇഷ്ടം. എനിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ ഇപ്പം ഇവിടെ ആണെങ്കിൽ പെട്ടെന്ന് ഇവിടെ എത്തണം, ഇവിടെ കഴിഞ്ഞാൽ പെട്ടെന്ന് വീട്ടിൽ ചെല്ലണം.
എന്തിനാ? ഈ വണ്ടിയുടെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരു പരിപാടി ഉണ്ട്, ഭയങ്കര പ്രശ്നം എനിക്ക്. പറ്റൂല. തിരുവനന്തപുരമൊക്കെ പറഞ്ഞ് പോകണം എങ്ങനെയെന്നറിയാമോ, ഞാൻ 2 മണി 3 മണി വരെ ഉറങ്ങാതിരിക്കും സിനിമ കണ്ട്. എന്നിട്ട് അനീസ് വന്ന് വണ്ടി എടുക്കും, വണ്ടി കയറി പില്ലാൻ വെച്ചിട്ട് അപ്പോൾ ഉറങ്ങും തിരുവനന്തപുരത്തേക്ക്. അല്ലാതെ കണ്ണുവന്നിരിക്കാൻ പറ്റില്ല. ഇല്ല, ഇരിക്കാൻ വണ്ടി അങ്ങനത്തെ ഒരു എന്തോ ഒരു പ്രശ്നമുണ്ട് ഇങ്ങനെ വണ്ടിയുടെ ഉള്ളിൽ ഇങ്ങനെ ഇതായിട്ട്. എന്തോ അതിന് ഇംഗ്ലീഷ് വാക്കാണ് ഞാൻ വിട്ടുകളഞ്ഞത്. അതാണ് തോന്നുന്നത്. അപ്പൊ ഞാനതുകൊണ്ടല്ലേ നീ ആ വാക്ക് പറഞ്ഞു, എനിക്കറിയില്ലല്ലോ എന്താന്ന്. ഇത് നമ്മൾ രണ്ടുപേരും മാത്രമേ ഇത് കേൾക്കുന്നുള്ളൂ, ലോകത്തിലാരും ഇത് കേൾക്കണില്ല. എനിക്ക് അങ്ങനെ ഭയങ്കര പ്രശ്നമുള്ള ആളാണ് ഞാൻ. വീട്ടിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഇത് തന്നെ വൈഫ് എപ്പോഴും പറയും, ആ കട്ടിലിൻ്റെ ഈ അരി അല്ല സെറ്റിയുടെ മൂലക്ക് ഇങ്ങനെ ഉണ്ടാവും, ഈ ഫുള്ള് ഇങ്ങനെ ഇരുന്ന് ചതഞ്ഞിരിക്കും. എന്നിട്ട് 5 മണിയാകുമ്പോഴത്തേക്ക് എണീറ്റ് കുളിച്ച് ഭസ്മം തൊട്ട് ആ സമയം വരെ ഇങ്ങനെ ഇരിക്കുള്ളൂ ഒരിടത്ത് കുത്തി. ഈ മറ്റേ ഈ ഇതില്ലേ വവ്വാലില്ലേ, പകൽ മുഴുവൻ തൂങ്ങിറന്ന് ഉറങ്ങൂലേ എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയല്ല. 5 മണിയാകുമ്പോൾ ഓണാവും. ഇപ്പം ഞാൻ UK ചെന്നപ്പോഴും ഫോൺ ചെയ്യുമ്പോഴത്തേക്ക് വൈഫ് എന്നോട് ചോദിക്കുക, സെറ്റ് കൊണ്ടായിരുന്ന ഇവിടെ നിന്ന്, അവിടെ ഒരു സെറ്റിൽ കിടക്കിയ മൂലക്ക്. അങ്ങനത്തെ ഒരു മടിയാണ്. അല്ല മടിയല്ലല്ലോ അത്, എനിക്കൊന്ന് പുറമേ ഒന്ന് പോകാൻ വലിയ താല്പര്യം ഇല്ലാഞ്ഞിട്ടല്ലേ ഏട്ടനെ? ജീവിക്കണമല്ലോ എന്ന് ഓർത്തിട്ട് UK പോണത്, അല്ലെങ്കിൽ എനിക്ക് അതിനും താല്പര്യമില്ല. UK ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ല സൗകര്യം. ഞാൻ UK താമസിക്കണത്, സ്ഥിര താമസം UK യുണൈറ്റഡ് കുണ്ടന്നൂർ. ഓ നമ്മളൊക്കെ അവിടെയാണല്ലോ, യുണൈറ്റഡ് കുണ്ടന്നൂറാണല്ലോ അല്ലേ. അപ്പോൾ ഒത്തിരി സന്തോഷം നമ്മുടെ ബ്ലാ വീണയില് വീണ. അല്ല, അപ്പം എന്തായാലും എൻ്റെയും എല്ലാവിധ ആശംസകളും. ബ്ലാ വീണ എന്ന് പറയുന്ന ഈ ഒരു ചാനൽ ജനങ്ങളുടെ ഇത് കൈനീട്ടി സ്വീകരിക്കും അല്ലേ. താങ്ക് യു. അത് എന്താ പറയുക, ഒത്തിരി സന്തോഷം ചേട്ടൻ ഇങ്ങനെ വന്ന്. എനിക്ക് സത്യം പറഞ്ഞാൽ പേടിയായിരുന്നു ചേട്ടനോട്. എനിക്കെല്ലാം അറിയാം, ഞാൻ എങ്ങനെ ചോദിക്കുക, എന്ത് ചോദിക്കേണ്ടതെന്നാണ്. പക്ഷേ എന്തൊക്കെയോ ചോദിച്ചു, എന്തൊക്കെയോ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. അവരും ഹാപ്പിയാണ്, ക്രൂവും ഹാപ്പിയാണ്. കാരണം അവർ വെട്ടിക്കളയാനായിട്ട് അധികം പാടില്ലല്ലോ, തൂക്കിയെടുത്ത് കളയാനായിട്ട്. എന്തായാലും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും. ചേട്ടൻ്റെ ആഗ്രഹം പോലെ തന്നെ ആ വീടും നിറയെ പെറ്റ്സും എന്താഗ്രഹിച്ചാലും ചേട്ടൻ്റെ ലൈഫിൽ ചേട്ടൻ മനസ്സുകൊണ്ട് എന്താഗ്രഹിച്ചാലും നടക്കട്ടെ. അപ്പം അങ്ങനെ നടന്ന് അങ്ങനെ ഒരു വീട് വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഹൗസ് വാമിങ്ങിന് നിങ്ങളെ തന്നെ വിളിക്കും ചാനലിന്. ഓ പിന്നെ അല്ല, നമ്മൾ പൊളിക്കും. ഇല്ല, ഇത് ഇനിയും നമ്മൾ ഇരിക്കും ഇതുപോലെ ഉറപ്പായിട്ടും. വരുന്ന പുതിയ പടങ്ങളുടെ പ്രൊമോഷനൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഇനിയും കാണണം. പറച്ചിലേടാ തോന്നുന്നത്, ഇത് കഴിഞ്ഞ് ഇനി അടുത്ത ദിവസം വിളിച്ചിട്ട്. അല്ല, വർക്കൊക്കെ വന്നു കഴിഞ്ഞാൽ വീണ വിളിക്കാറുണ്ട്, ഷോ വന്നാലും വിളിക്കാറുണ്ട്, എന്ത് വന്നാലും വിളിക്കാറുണ്ട് അല്ലേ. ഉറപ്പായിട്ടും. ചില ആൾക്കാർ പറഞ്ഞിട്ടങ്ങ് പോയിട്ട് പിന്നെ ഇതാക്കും. നമ്മൾ അല്ലേലും സംസാരിക്കാറുണ്ടല്ലോ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ചുമ്മാ വിളിച്ച് ചേട്ടാ എന്ന് പറഞ്ഞ് ചോദിക്കാറുണ്ട്. അപ്പം ആ ഒരു സ്നേഹബന്ധം ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഓടി വന്നതെന്ന് എനിക്കറിയാം. കാരണം ഈ നമ്മുടെ ഷോ ഒന്നും വലിയ സംഭവം പോലും ആയിട്ടില്ല. അല്ല, കുറേ ഇങ്ങനെ വിളിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ ഇൻ്റർവ്യൂ ആണെങ്കിൽ. അപ്പോൾ എല്ലാവരും അങ്ങോട്ട് ഫ്ലാറ്റിൽ വന്നിട്ട് എടുക്കും. ഞാൻ ആരോടും പറയൂല ഇൻ്റർവ്യൂ തരില്ല എന്ന് ഞാൻ പറയില്ല. കാരണം ഇപ്പോൾ നിലനിർത്തുന്നത് സോഷ്യൽ മീഡിയ നമ്മളാണ്. കാരണം ഈ ഇൻ്റർവ്യൂസ് കാര്യങ്ങൾക്ക് അവർക്കും നമ്മളെക്കാളും കുറച്ചുകൂടെ ഇതിലുള്ള ആൾക്കാരെ ഇൻ്റർവ്യൂ ചെയ്യണം ഒക്കെ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ഉണ്ടായിരുന്ന സമയത്ത് ചാനൽ ഒറ്റ ദിവസം കൊണ്ടാണ് ഞങ്ങൾക്ക് ആ ഒരു 100K വരെയൊക്കെ എത്തിയത്. അത് എന്താണെന്നറിയാമോ, ഷെറിൻ വ്ളോഗ് എന്ന് പറഞ്ഞ ഷെറിനുണ്ട്, അവൻ ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഒരു എപ്പിസോഡ്, അവനെ നടന്മാരൊക്കെ വീടിൻ്റെ പുറത്ത് പോയി നിന്നിട്ട് ഇങ്ങനെ ചെയ്യുന്ന ഒരു പരിപാടിയാണ്, തേരാപ്പാരാന്നുണ്ട്. വീട്ടിൽ വന്ന് ഞാനിവനെ വിളിച്ചകത്ത് കൊണ്ടുപോയി സദ്യ കൊടുത്ത് ഓണക്കോടി കൊടുത്ത് അത് 2 എപ്പിസോഡായിട്ട് ഇട്ട്. അപ്പം ആ ചാനൽ കണ്ടിട്ടാണ് ഞങ്ങളുടെ ചാനലിൽ ഒറ്റ ദിവസം കൊണ്ട് 2500 പേരായിട്ട് ഉണ്ടായിരുന്നു. ഒറ്റ ദിവസം കൊണ്ട് 100K ആയത് ആവുന്നതാണ്. അതാണ് സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നവരെല്ലാവരും വളരെ മാന്യമായിട്ട് അവർ ചെയ്യുന്നത്. ഏത് കണ്ടൻറ്റ് ചെയ്യണവരാണ്, റിയാക്ഷൻ വീഡിയോ ചെയ്യണവരാണെങ്കിലും അല്ലാതെ കണ്ടൻറ്റ് ചെയ്യണമെങ്കിലും ഒരു അസഭ്യമായിട്ടൊന്നും പറയുകയോ അല്ലെങ്കിൽ ഒരാളെ അങ്ങനെ ഇതാക്കുകയോ ഒന്നും ചെയ്യാറില്ല. നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യണം ഉറപ്പായിട്ടും. അപ്പോൾ അതൊക്കെ തന്നെ. താങ്ക് യു സോ മച്ച്. ഓക്കെ, പിന്നെയും പറയുന്നു ഒത്തിരി സന്തോഷം. ബ്ലാ വീണയുടെ ഈ ഷോയിൽ വന്നതിന് ചേച്ചിയോട് പ്രത്യേകം, ചേച്ചിയോട് അന്വേഷണം പറയാം. വീട്ടിൽ നിന്ന് കൂവി അപ്പുറം കേൾക്കാം, എന്നാലും ഇത് ചാനലല്ലേ. അതെ, എന്തായാലും അന്വേഷണം പറയാം. എല്ലാ ആഗ്രഹങ്ങളും സാധിക്കട്ടെ. ഭഗവാൻ എല്ലാ അനുഗ്രഹവും തരട്ടെ. താങ്ക് യു സോ മച്ച് ചേട്ടാ. അപ്പോൾ നമ്മുടെ ഈ ബ്ലാ വീണയുടെ ഈ ഷോയിൽ വന്നിട്ട് ചെറിയ ഒരു ഗിഫ്റ്റാണ്. സുൽത്താൻ വാച്ച് ആൻഡ് പെർഫ്യൂംസിന്റെ
ഒരു ചെറിയൊരു ഗിഫ്റ്റ് ഹാമ്പർ ആയിട്ട് താങ്ക് യു സുൽത്താൻ. നമ്മുടെ എറണാകുളത്തുള്ളതാണ്. അതുപോലെ നമ്മുടെ പറക്കാട്ട് റിസോർട്ടില്ലേ, പറക്കാട്ട് മൂന്നാറുള്ള പറക്കാട്ട് നേച്ചർ റിസോർട്ട്സ്, അവരുടെ അവിടെ ഒരു ദിവസം 2 ദിവസം നിങ്ങൾ പോയി അടിച്ചു പൊളിച്ച് താമസിക്കുക. ഓക്കെ, എന്തായാലും താങ്ക് യു സോ മച്ച്. ഞങ്ങൾ അടിച്ചു പൊളിച്ച് താമസിക്കുന്നിടത്ത് കഴിഞ്ഞ വാലന്റൈൻസ് ഡേ ഒക്കെ അവിടെ വെച്ച് ഞങ്ങളുടെ മാലയെ കാണിച്ചതാണ് അവര് ആണല്ലേ. റിസോർട്ടിൽ വെച്ച്. അപ്പോൾ ഒരു വട്ടം കൂടെ പോവാം. ശരി, ഓക്കെ, താങ്ക് യു. താങ്ക് യു. താങ്ക് യു.